ഹലോ. ഹലോ, ആ, നമസ്കാരം. നമസ്കാരം. പേര് പറയണോ? നിർബന്ധമില്ല. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നോയ്സ് ഉണ്ട്? ഇനിയാ? ഹലോ, ഞാൻ വിളിച്ചതേ ആ, എന്താ പറഞ്ഞേ? വിമർശിക്കാനും നിങ്ങളെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒന്നല്ല. ഉം, ഞാൻ നിങ്ങളുടെ വോയിസ് കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. ഉം, ഞാനൊരു മുസ്ലിമാണ്. ഉം, അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ഉം, ശരിയാവട്ടെ തെറ്റാവട്ടെ ഉം. ഒരു പ്രതീക്ഷയിൽ വിശ്വസിക്കുമ്പോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സംഗതിയിൽ വിശ്വസിക്കുമ്പോ എന്തില്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഉം, ഉണ്ട്, ഒരു പ്രതീക്ഷ. മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. ചോദ്യമല്ലത്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ട് ഒരു സംഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉം, സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്ന തോട്ട്സ് പോസിറ്റീവ് ആയിരിക്കും, ഉം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സ്. ഞാനിപ്പോ കണ്ടിടത്തോളം പല ആളുകളുടെയും ഉം. നിങ്ങളുടെ ഒക്കെ ഒരു ഈ ഇത് കേട്ടിട്ട് ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ആര്? ആളുകൾ, ഞാൻ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങള് ഉം, ഒരാൾക്കും പെട്ടെന്ന് നിങ്ങളെ പോലെയോ അല്ലെങ്കിൽ ഉം, മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് ഇത് പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയില്ല. ഉം, കാരണം ഈ സാമൂഹിക ചുറ്റുപാടുണ്ടല്ലോ നമ്മുടെ, ഉം, ഒരാളെ വളർന്ന ചുറ്റുപാട്, ഉം, അതുപോലെ സമൂഹം. ഉം, അത് പേടിയായിരിക്കും. പേടി മാത്രമല്ല, ഉം, കുടുംബം, ഉം. മറ്റു സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഉം, അത് പെട്ടെന്ന് പൊട്ടിച്ചെറിഞ്ഞ് പോരാനൊന്നും ഉം, സാധ്യമല്ല. ഉം, തെറ്റും ശരിയും എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ വായനയും ഉം, ചിന്തയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഉം, വേദങ്ങളായാലും മറ്റു പുസ്തകങ്ങളായാലും ഒരു പുസ്തകം വായിച്ചിട്ട് ഉം, ഇത്രയധികം വിഷങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയധികം ചിന്തകള് ഇസ്ലാമിലായാലും ഉം, ഇത്രയും ശാഖകളായി മാറുന്നുണ്ടെങ്കിൽ, ഉം, അത് വായനയുടെയും വായിക്കുന്ന ആളുകളുടെയും ഉം. ചിന്തയുടെ ഒക്കെ പ്രത്യേകത എന്നാണ് എനിക്ക് ഇത് മനസ്സിലാവുന്നത്. ഓക്കെ. ചില ആളുകൾക്ക് അത് നന്നായിട്ട് തോന്നാം, ഉം, ചില ആളുകൾക്ക് അത് ഉം, വിമർശനാതീതമായിട്ട് തോന്നാം. ഉം, അപ്പൊ ഈ സംഗതി കൊണ്ടുണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉം. എന്താണെന്നാണ്, ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലേ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചോദിച്ചതിന്റെ രത്ന ചുരുക്കം, ആളുകൾ ഇങ്ങനെ വിശ്വസിച്ചു പോകുമ്പോ ആ വിശ്വസിച്ചു വന്നിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നമ്മൾ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് ഈ സമൂഹത്തിനെ കുറിച്ചുള്ള പേടിയും ചുറ്റുപാടുകളും അവരുടെ ജീവിത സാഹചര്യം ഒക്കെ വെച്ചിട്ട് അതാണെങ്കിൽ പിന്നെ പ്രകടിപ്പിക്കാനോ പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ, തുറന്ന് സമ്മതിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ ആളുകൾക്ക് സമ്മർദ്ദം ഉണ്ടാവില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് മാത്രല്ല, ഈ തെറ്റും ശരിയും നമുക്ക് മാത്രം വേർതിരിക്കാൻ പറ്റിയ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അതിലേക്ക് നമുക്ക് ഓരോരുത്തരുടെ വരാം, വായനയാണ്. അതിലേക്ക് വരാം. അത് അപ്പൊ ഒരാളുടെ ഒരു സാമൂഹ്യ ചുറ്റുപാട്, ഒരാൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ ധൈര്യം കൊടുക്കാത്തൊരു സാമൂഹ്യ ചുറ്റുപാടുണ്ടെങ്കിൽ അത് വിമർശിക്കുന്നവരുടെ കുഴപ്പമല്ലല്ലോ. അത് ആ ഒരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സമുദായത്തിനകത്തുള്ള ആ ഒരു സൊസൈറ്റീന്റെ പ്രശ്നമല്ലേ. ഒരാൾക്ക് ഒരു ഇത് അഭിപ്രായം ഈ ഉണ്ട്, സ്വതന്ത്രമായിട്ടുള്ള സൊസൈറ്റി ഒരു അഭിപ്രായം ഉണ്ട്. അയാൾ ഒരു സൊസൈറ്റി അഭിപ്രായം ഉണ്ടാക്കി പറഞ്ഞാൽ വെച്ചതാണോ അങ്ങനെ? അങ്ങനെയല്ലേ? അതെ. ഈ അങ്ങനെ മതം ഉണ്ടാക്കിയതാണ്, മതം ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പൊ എന്താണ്, ഒരാൾ പള്ളിയിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, അയാൾക്ക് ഇത് മനസ്സിലായി, അയാൾ ഇനി നിസ്കരിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, അയാൾ എന്തിനാ ഡിപ്രഷനിലേക്ക് പോകുന്നത്? ഡിപ്രഷനിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെ നാട്ടുകാര് തീരുമാനിക്കുന്ന വീട്ടുകാർ ഇടപെടും. ആളുകള് ഡിപ്രഷനിലേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം, നേരെ മറിച്ച് നിങ്ങൾ ഉം, ഈ പറയുന്ന രീതിയിൽ ജനങ്ങള് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ഉം, ഒരാള് സ്വതന്ത്രമായിട്ട് പള്ളിയിൽ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ പള്ളിയിൽ പോകുന്നവരും ഉം, ആയിട്ടുണ്ട്. ഉം. ഒരു അതൊക്കെ കാര്യം, ഇപ്പൊ വ്യക്തി നമ്മളൊരു കാര്യം, സ്വാതന്ത്ര്യമല്ലേ. നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു വിഷയത്തെ കുറിച്ച്. നമ്മളുടെ ആ ധാരണ തെറ്റായിരുന്നു നമുക്ക് ബോധ്യപ്പെടുമ്പോ ആ കാരണം കൊണ്ട് മാത്രം ഒരാൾ ഡിപ്രഷനിലേക്ക് പോവോ? അങ്ങനെയല്ല. ആ കാരണം തെറ്റോ ശരിയോ എന്നുള്ളത് ഉം. കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹമല്ല നമ്മുടെ മുന്നിൽ അതെന്താ? ഉള്ളത്. അതെന്താ കാരണം? അതായത് ഒന്ന്
കൃത്യമായിട്ട് പഠിക്കാത്ത ഒരു സമൂഹം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് വായിക്കാതെയും ഇപ്പൊ ഒരു ഹദീസ് നിങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉം. അതവര് കൃത്യമായിട്ട് അത് സത്യമോ അല്ലെങ്കിൽ അതിന്റെ അപ്പൊ ഒതൻസിറ്റി എങ്ങനെ ഒന്നും ഇവരിത് ചെക്ക് ചെയ്യാൻ വിശ്വസിക്കണത്? പറ്റാത്ത ഒരു 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 സംഭവം. കാലങ്ങളായിട്ട് ആ പറഞ്ഞ് ഇത് അതാണ്. മദ്രസയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. അനാവശ്യമായിട്ടുള്ള തോട്ട്സ് പഠിപ്പിക്കുന്നല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാവശ്യമായ. അതായത് അങ്ങനെ ഈ നന്മകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതി ഉം. എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് സമൂഹത്തില് അപ്പൊ പിന്നെ വേറൊരു കാര്യം കേൾക്കുമ്പോ എന്തിനാ അങ്ങനെ ഡിപ്രഷൻ ആവണേ? അല്ല അത് അതിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോ എതിരഭിപ്രായം സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോ അവര് അത് ഡിപ്രഷൻ ചെന്ന് ആവും. നോക്കാനോ പഠിക്കാനോ തയ്യാറാവാതിരിക്കുകയും അവരുടെ മനസ്സിലത് വേറൊരു ചിന്ത രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ ഉണ്ടാവും. അതായത് വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മളുടെ ബോധം ഉറക്കുന്നതിന് മുൻപ് നമ്മളെ ഒരു കഥ പഠിപ്പിക്കുകയും നമ്മൾ ആ കഥയെ പറഞ്ഞ് പേടിപ്പിക്കുകയും നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തയെ മരവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് നഷ്ടപ്പെടുത്തി പോയല്ലോ എന്നൊരു നിരാശ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. അതൊരു കാരണം. രണ്ടാമത്തത്, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് മനസ്സിലും തലയിലും കയറ്റി കൊണ്ട് നടന്നിരുന്ന ഒരു 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 ബിംബം, അല്ലെങ്കിൽ ഒരു കഥ, ഒരു സംഭവം, ഒരു വിശ്വാസം, അത് വെറും തെറ്റായിരുന്നു, അതൊക്കെ വെറും എന്താ പറയാ പുകയായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു പ്രയാസം. ഇതാണ് രണ്ട് കാരണങ്ങൾ. അതില് അപ്പോ തെ അപ്പോ ഓക്കെ. അത് കഴിഞ്ഞാല് പിന്നെ ഉള്ളത്, ഇത് ഒരാള് തുറന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിപ്പം എനിക്ക് വിശ്വാസം ഇല്ലാന്ന് തുറന്നു പറഞ്ഞാൽ എന്റെ കുടുംബം അനാഥായി പോവും. കുട്ടികളും മക്കളും ഭാര്യയും മക്കളെയും പിരിക്കും. കച്ചവടം പൂട്ടിക്കും, ജോലി കളയും, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, നാട്ടുകാരെല്ലാവരും ശത്രുക്കളാവും. ഇങ്ങനെ തുടങ്ങി എല്ലാവരും ബഹിഷ്കരിക്കപ്പെടും എന്ന് പറയുന്ന മുർത്തദ്ദിനോട്, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരോട് വളരെ നീചമായ ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു സൊസൈറ്റി. ഇതിന്റെ ഒരു പ്രഷർ ഇതും ഒരാൾക്കുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത്? ഈ മൂന്ന് പ്രശ്നങ്ങളും മതത്തെ വിമർശിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നതല്ല, മതം ഉണ്ടാക്കിയതാണ്. അല്ല മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഒരു സാമൂഹ്യ ജീവി തന്നല്ലേ? സംഘടിതമായിട്ടും ആണ്. സാമൂഹികമായിട്ടും സാമൂഹിക പ്രവർത്തിക്കുന്ന ജീവിതം, ജീവി. സംഘടിത അവർക്കൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു ആശയവും. ഗ്രൗണ്ട് ഉം, വേണ്ടേ അവർക്ക് വർക്ക് ചെയ്യാൻ? അത് മനുഷ്യർ മതത്തിന്റെ എന്നുള്ള ഗ്രൗണ്ട് പോരെ. അടിസ്ഥാനത്തിലാവട്ടെ, എന്താണ്? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാവട്ടെ, ഏത് ആയിക്കോട്ടെ. അടിസ്ഥാനത്തിലായാലും ഒരു ആയിക്കോട്ടെ, ഗ്രൗണ്ട് അത് ഉണ്ടാവും. കുഴപ്പമില്ല. ഒരാള് മതവിശ്വാസത്തിലായിരിക്കുന്ന ഒരാൾക്ക് ആ ആശയം ശരിയല്ല എന്ന് തോന്നിയാൽ എന്താ സംഭവിക്കുക? ആശയം ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആശയത്തീന്ന് പിന്മാറാം. ആ അപ്പൊ ആ സമൂഹം, സൊസൈറ്റി മൊത്തം അയാളെ എതിർക്കണം, അയാളെ അത് തോൽപ്പിക്കണം, ഡിപ്പെൻസ് അയാളെ ആണ്. തകർക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് എല്ലാ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില അല്ല, ഏരിയകളില്, ചില ആ സംഘടിത വ്യക്തികൾ ഏരിയകളിലൊക്കെ ചെയ്യുന്നു ഉണ്ടാവാം. എന്നുള്ളതല്ല, മതം അങ്ങനെ അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സില്ലാത്ത ആൾക്കാർ പോലും ആ, നെഞ്ച് പൊട്ടിയിട്ടും നിലവിളിച്ചിട്ടും ഒക്കെ മക്കളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടാവാം. ആ. ഇല്ലാന്നൊന്നും ഞാൻ തർക്കം കാരണം ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ മക്കളോടുള്ള സ്നേഹം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മതവും ഈ മതസമുദായം കൊടുക്കുന്ന പ്രഷറും വിശ്വാസപരമായിട്ടുള്ള ബാധ്യത എന്നുള്ള ഒരു സാധനം എല്ലാം കൂടെ വേറൊരു ഭാഗത്തുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ അത് ഉണ്ടാവുന്നതല്ലേ തെറ്റല്ലേ? അത്. അതുണ്ടാക്കുന്ന പ്രഷറാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മള് പഠിച്ച് പറഞ്ഞ ഒരു കഥ അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ വിശ്വാസികൾക്ക് നിരാശ ഉണ്ടാവും ഒരു പക്ഷെ. ഇപ്പൊ സ്വർഗം ഉണ്ട് എന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് സ്വർഗം ഇല്ല എന്ന് പറയുമ്പോ ഒരു നിരാശ ചിലപ്പോ തോന്നും ചില ആൾക്കാർക്ക്. ഞാൻ ചോദിച്ചത് അതാണ്. ഈ ഒരു ഉം. പ്രതീക്ഷ വെക്കുമ്പോ ഉം. സ്വാഭാവികമായിട്ടും തെറ്റായ പ്രതീക്ഷ നമുക്കുണ്ടാവുന്ന തെറ്റായ പ്രതീക്ഷകൾ കൊണ്ട് വളരെ മോശം കാര്യങ്ങൾ സംഭവിക്കുവേ. നമ്മൾ തെറ്റാവട്ടെ, യാഥാർത്ഥ്യ ശരിയാവട്ടെ, ബോധത്തോടെ. ആരും അവിടെ പോയി വന്നവരൊന്നുമില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ തെറ്റോ ശരിയോ. പക്ഷെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംഗതിയില്ലേ? എന്താണ്? നന്മകൾ ചെയ്യാനും മറ്റു സംഗതികൾക്ക് വേണ്ടിയിട്ടും വർക്ക് നന്മകൾ ചെയ്യാനൊക്കെ. മാത്രമല്ല, സ്വർഗത്തെ മുൻനിർത്തി തിന്മകളും നടക്കും, യുദ്ധങ്ങൾ നടക്കും, അക്രമം നടക്കും. ഇല്ലേ? ഇപ്പൊ ബദറിലേക്ക് എടുത്തു ചാടിയ സഹാബിമാരുടെ പ്രചോദനം എന്തായിരുന്നു? ഒരു കച്ചവട സംഘത്തെ ആക്രമിക്കാനാണല്ലോ പോണത്. സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് ബദറിലേക്ക് എടുത്തത്. അതാ പറഞ്ഞെ. അപ്പൊ ഒന്നീ ദുനിയാവില് സമ്പത്ത്, അല്ലെങ്കിൽ അവിടുത്തെ സ്വർഗം. ഇത് കൊതിച്ചിട്ടാണ് മുഹമ്മദിന്റെ കൂടെയുള്ള അത് ആൾക്കാരെ പൊളിറ്റി കൊല്ലാൻ നടന്നത്. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണെന്നാണ് ആ ഞാൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആണ്. ആ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ പ്രചോദിപ്പിച്ചതും അതാണ്. ഇങ്ങനത്തെ പ്രതീക്ഷയാണ്. ആ തെറ്റായ മതാണോ പ്രതീക്ഷയാണ്. തെറ്റായ രാഷ്ട്രീയമാണോ? പ്രതീക്ഷ മനുഷ്യനെ അപകടങ്ങളിലേക്ക് ഉണ്ടാക്കും. മതാണോ രാഷ്ട്രീയമാണോ? എങ്ങനെ?
മതാണോ രാഷ്ട്രീയാണോ? ഇസ്ലാം എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കുഴച്ച ഒരു സാധനമാണ്. ആണ്. ഇസ്ലാം എന്ന് പറയുന്ന ഇത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ അധികാരം റിലീജിയൻ ആണ്. ഉണ്ടാവില്ലല്ലോ. എങ്ങനെ? രാഷ്ട്രീയം ഉണ്ടെങ്കിലല്ലേ അധികാരം ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയ അധികാരം യുദ്ധവും ആ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല ആ അധികാരം ഇതൊക്കെ യുദ്ധമൊക്കെ നടക്കുന്നത്. മനുഷ്യന്മാരില് അടിസ്ഥാനപരമായിട്ടുള്ള ഞാൻ പറയട്ടെ, സംഗതികളല്ലേ. വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വാസികൾ വിചാരിക്കുന്നത് അധികാരം, ഇസ്ലാം രാഷ്ട്രീയ രാഷ്ട്രീയം. പാർട്ടിയാണെന്നാണോ? അല്ല, ഞാൻ അല്ല. ചോദിച്ചത് അതല്ല. ഉം. മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹങ്ങളിലും ഇതിലൊക്കെ പെട്ടതല്ലേ അധികാരവും രാഷ്ട്രീയവും സംഗതികളൊക്കെ. ആയിക്കോട്ടെ. അങ്ങനെ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ അധികാര രാഷ്ട്രീയമൊന്നും ഒന്നും ആഗ്രഹം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മനുഷ്യന്മാരുടെയും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ ഓരോ ആളുകൾക്കും ഓരോ മനുഷ്യന്മാരിലല്ല. ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ആളുകൾ എന്നല്ല, അതായത് കേപ്പബിലിറ്റി ഉള്ള ആളുകൾക്ക് ഉം. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ. ഉം. സോ അതിന് ഒരു 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 ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഒരു ജനതയെ, ഒരു ജനറേഷനെ, വരുന്ന ജനറേഷനെ മുഴുവൻ ഒരു തെറ്റായ കഥയില് ഈ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഇങ്ങനെ എന്താ പറയാ കണ്ടീഷൻ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നത് തെറ്റല്ലേ? മുഹമ്മദിന് മക്കയിൽ അധികാരം വേണമായിരുന്നു. മുഹമ്മദ് ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടാക്കി, പടവെട്ടി ആൾക്കാരെയൊക്കെ പേടിയിലാക്കി ആൾക്കാർ വളർത്തിക്കൊണ്ടുവന്നത് ഇസ്ലാമിലേക്ക്. പൊളിറ്റിക്സിന് വേണ്ടിയിട്ടൊന്നും മാത്രം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെന്താണ്? ഒരു ആത്മീയ സംസ്കരണമൊക്കെ അതിന്റെ എന്ത് ആത്മീയ ഭാഗമായിട്ട്. സംസ്കരണം ഇസ്ലാം ഒരു മനുഷ്യനിൽ കൊണ്ടുവരിക? നിങ്ങളുടെ വായന ഇസ്ലാം കൊണ്ട് മാത്രം സാധ്യമാകുന്ന എന്ത് ആത്മീയ സംസ്കരണം ഉള്ളത്? അതിൽ ഞാൻ തർക്കിക്കാനില്ല. കാരണം അത് ഞാൻ ഒരുപാട് ഇല്ല, നിങ്ങളുടേതിൽ നിന്ന് ഒന്നുമില്ല. കേട്ടതാണ്. കാരണം എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് പറയാനുള്ളതും ഒരേ തർക്കങ്ങളിലേക്കേ പോവുള്ളൂ. കാരണം തർക്കങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് അഭിപ്രായ ഞാ- വ്യത്യാസങ്ങൾ പറയുന്നതിൽ ഞാൻ എന്താ കുഴപ്പം? പറയുന്നതിനെ നിങ്ങൾ കൗണ്ടർ ഞാൻ ചെയ്യും. പറയണത് എനിക്ക് ഒരാളുടെ നിങ്ങൾ ഇന്റൻഷൻ, ഞാൻ പറയുന്നത് നോക്കുന്നത് ഇന്റൻഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ ഒരു നുണയാണ്. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഷഹാദത്താണല്ലോ. ആ ഷഹാദത്ത് കലിമ തന്നെ നുണയാണ്. ആളുകളെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിക്കുകയാണ്. അവരവരുടെ ബോധ്യം അല്ലെങ്കിൽ അവരുടെ ബോധം, സെൽഫ് ഉറക്കുന്നതിന് മുൻപ് കള്ളസാക്ഷ്യം പറയാൻ പ്രേരിപ്പിക്കുന്ന മതമാണത്. ഒരു ഇസ്ലാമില് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായി മാറുന്നത്, ആ വാപ്പയും ഉമ്മയും മുസ്ലിമായ ഒരു കുടുംബത്തിൽ ജനിക്കുകയും ആ കുടുംബത്തിൽ ആ ചെറിയ കുട്ടിയോട് ആ മത അടയാളങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് അവനെ ആ കഥയിലാക്കി വളർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ മതങ്ങളുടെ ആശയം കൃത്യമായി പഠിച്ച് അത് ബോധ്യപ്പെട്ട് അവന്റെ ബോധ്യത്തിൽ, അവന്റെ മനനത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് 99.9% അല്ല, കേസിലും അല്ല, അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഉം. ആ ഒരു സംഗതി പഠിച്ചത് കൊണ്ട് ഉം. ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രശ്നം ആ കുട്ടിയിലും വരും. ഒന്നാമത്തെ പ്രശ്നം എന്താണ് എന്താ വെച്ചാൽ പ്രശ്നം? പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രശ്നം എന്താ? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രശ്നമാണ് ഈ നുണ. എന്താണ് നുണയാണ് നുണ? ഞാൻ പറയും, കള്ളസാക്ഷ്യമാണ് ഈ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് ഒരു കുട്ടി, ഇതാണ് ഷഹാദത്ത് കലിമ, ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലണം എന്ന ഒരു ബോധ്യം ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 4-5 വയസ്സാണ്. ഞാൻ അല്ലെങ്കിൽ 5 വയസ്സ്, 6 ചോദിക്കുന്നത് വയസ്സ്, 7 അതല്ല. വയസ്സ് മുതലാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അത് പറഞ്ഞുതരാം. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടോ വാസ്തവത്തില്? ഇല്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നമ്മള് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ചെറുപ്പത്തിൽ പഠിക്കുന്നതൊക്കെ ഉം. ഇങ്ങനെ തന്നെയല്ലേ ഓരോന്ന്. ഈവൻ കണക്കായിക്കോട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, എങ്ങനെ? എന്താവട്ടെ, പഠിപ്പിക്കുന്നത് തന്നെയല്ലേ. സ്വന്തം മാപ്പാനേക്കാളിലും ഉമ്മാനേക്കാളിലും ഒക്കെ ഒരു കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒരു ചിത്രം പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പഠിക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, സംഭവമായിട്ട് തോന്നിയിട്ടല്ലേ ഞാൻ ആ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതല്ലേ ആ ചെറിയ കുട്ടിയുടെ പഠിച്ചത് ഉള്ളില് അത് ഒരു അതൊരു കുട്ടിയുടെ ബാധ്യത, ഒരു ചെറിയ കുട്ടിയുടെ ബാധ്യതയായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് ഇതല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഇസ്ലാമിന്റെ പ്രശ്നം പറഞ്ഞുതരാം. അപ്പോ ഈ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ ഒരു നുണയാണ്. ആ നുണയിലാണ് ഈ സംഭവം വളർത്തുന്നത്. ആ നുണയെ നിലനിർത്താൻ വേണ്ടി മറ്റനേകം നുണകളും കഥകളും പേടിപ്പിക്കലും കൊതിപ്പിക്കലും ഒക്കെ നടക്കും. ആ ചെറിയ കുട്ടിയുടെ മനസ്സ് ഒരു പരുവപ്പെടുമ്പോഴത്തേക്ക് ഈ സാധനം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളെ ദോശമാവിൽ ഉഴുന്ന് പോലെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. അത് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ സെൽഫ് എന്താണ്, ഞാനതൊക്കെ പടച്ചവന്റെ പറഞ്ഞ ആളാണ്. മനസ്സെന്താണ് അത് കിട്ടൂല. പറയട്ടെ, ഈ മതം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്താന്ന് വെച്ചാൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ, സാമൂഹിക ജീവിതത്തിൽ മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്ന കൺസെപ്റ്റിനപ്പുറത്തേക്ക്
മനുഷ്യരെ പ്രാഥമികമായിട്ട് മുസ്ലിം അമുസ്ലിം എന്ന ഫിൽട്ടറിലൂടെ കാണാൻ ഈ മതം കുട്ടികളെ പഠിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അത് മതത്തിന്റെ എനിക്കങ്ങനെ പ്രശ്നമാണ്. തോന്നിയിട്ടില്ല കേട്ടോ. ആ മതത്തിന്റെ പ്രശ്നം അതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നാത്തത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ വ്യത്യാസമാണ്. മതം ആശയപരമായി അങ്ങനെയാണ്. മനുഷ്യരെ മുസ്ലിം എന്നും അമുസ്ലിം എന്നും പ്രാഥമികമായിട്ടുള്ള ഒരു വിവേചനം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാം മതത്തിൽ ജനിച്ച് ജീവിച്ച ഒരാൾക്ക് മുസ്ലിം ആശയപരമായിട്ടുള്ള അമുസ്ലിം എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്ന രണ്ട് സമൂഹങ്ങളല്ലേ? ആയിക്കോട്ടെ. ഞാൻ അമുസ്ലിം പറയുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് മുസ്ലിം അമുസ്ലിം എന്ന് മനസ്സിലാവുന്നതിനെ കുറിച്ചല്ല. മനുഷ്യന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവഹാരങ്ങൾ, നിയമങ്ങൾ, ഇത് ഇസ്ലാം എല്ലാ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിലും ഉള്ളത്. എല്ലാ രാഷ്ട്രീയത്തിലും ജാതി നോക്കിയിട്ടാണോ മനുഷ്യന്മാര് കാര്യങ്ങൾ അല്ല, ചെയ്യേണ്ടത്? ജാതി നോക്കിയിട്ടല്ല. ജാതിയും മതവും നോക്കിയിട്ടാണോ ഒരു രാഷ്ട്രത്തിന്റെ നിയമം നടപ്പിലാക്കേണ്ടത്? അല്ല. ഇസ്ലാം അങ്ങനെയാണെന്ന്. ആ, ഇസ്ലാം മുസ്ലിമിനെയും വേർതിരിച്ചു. ആ മറ്റുള്ളത് പാർട്ടികൾ എന്ന് വെച്ച് പറഞ്ഞാല് വേർതിരിച്ചു. മാനവികതയെ കൊന്നു. നമ്മൾ എവിടത്തേക്കാണ് സമൂഹം പോണത്? നമ്മൾ ഇവിടെ എല്ലാവരും അങ്ങനെ മനുഷ്യരാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോ അങ്ങനല്ല. നിങ്ങൾ ഈ പറയുന്ന ഉം, ഇസ്ലാം അനുശാസിക്കുന്ന ആളുകളാണല്ലോ ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഉം, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാവരും അങ്ങനെയൊന്നും അല്ല. അല്ല. എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല. എല്ലാവരും അല്ല. ഉം, ഒരുപാട് ആളുകൾ കുറച്ച് പേര്. പ്രാക്ടിക്കലി ഇസ്ലാം ഒന്നാമത് ഇസ്ലാമിസ്റ്റുകൾ എന്ന് അങ്ങനെ എല്ലാവരും ഇല്ല. പറയുന്നവരനുസരിച്ച് കുറെ ആളുകളും ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന റിലീജിയൻ അല്ല. നമുക്ക് വെറുതെ എനിവേ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഡെഫിനറ്റ് ആയിട്ടും അല്ല. ഈ നൂറ്റാണ്ടിൽ എല്ലാ പാലിക്കാൻ പറ്റുന്ന ഒരു മതനിയമങ്ങൾ പരിധി വരെ ഒരു മതവും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു പറ്റില്ല. എന്ന് അത് എനിക്ക് അത്രേ ഉള്ളൂ. തോന്നുന്നില്ല. അത് കാലത്തിന്റെ അത് മതത്തിന്റെ പരിമിതിയാണ്. കാരണം ഇതൊരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അതുണ്ടാവും. മനുഷ്യര് നമ്മള് ഇപ്പൊ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ കാലഘട്ടത്തിന്റെ പരിമിതിയെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകും. കിതാബ് കുറച്ച് പുറകിലായിരിക്കും. അപ്പോഴും നമ്മൾ ഒരു ഹുബ്ബ് കിതാബിൽ വെച്ചിട്ടുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ആ കിതാബിലുള്ളതൊന്നും കിതാബിന്റെ അതേപോലെ നോക്കി പരിമിതിയാണോ മനുഷ്യന്റെ പരിമിതിയാണോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. അത് മതത്തിന്റെ പരിമിതിയാണ്. ഈ ആശയത്തിന്റെ പരിമിതിയാണ്. അത് anyway അത് വേറൊരു ചർച്ചയാണ്. ഉം. പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ട്. ഞാൻ അത് ചോദിക്കുന്നത് അതല്ല. പ്രാക്ടിക്കൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയത്തൂല. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഉം. ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് ഇതാണ് കമ്പാരിറ്റീവ്ലി മതം നിങ്ങൾ ഈ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രശ്നം. മാനവികതയെ കൊന്നവരാണ് മതം മാനവികതയെ കൊല്ലും. എന്ന് പറയുമ്പോ തന്നെ ഇത്രയും അധികം ആളുകൾ ഈ മാനവികതയിൽ വിശ്വസിക്കുന്നില്ലേ? എങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ ഈ നിങ്ങളോട് മതം തൊട്ട് മുമ്പ് പഠിച്ചവര് തന്നെയല്ലേ അവര്. ഒരു മിനിറ്റ്. ഇത് തൊട്ട് മുമ്പേ ഞങ്ങളോട് പറഞ്ഞു. നേരേതാണ് പതിരേതാണെന്ന് തിരിയാത്ത പ്രായത്ത് കുട്ടികളുടെ ഉള്ളിൽ തലച്ചോറിൽ കുത്തി നിറച്ചു വെച്ച സാധനമാണിത്. സെൽഫ് ഡെവലപ്പ് ആവുന്നതിന് മുൻപാണ് ഇസ്ലാമും അത് അള്ളാഹും ഖുർആാനും ഒക്കെ തലയിൽ മാനവികതയ്ക്കെതിരായിട്ട് കുത്തി നിറക്കുന്നത്. പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മദ്രസയിൽ മാനവികതയ്ക്കെതിരായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ സുഹൃത്തെ, അത് മാനവികത? മാനവികതയ്ക്കെതിരായിട്ട് പ്രത്യേകം പഠിപ്പിക്കണ്ട. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചതെന്ന് പറ. അടിസ്ഥാനപരമായിട്ട് മനുഷ്യരെ പരിഗണിക്കുന്നത് മുസ്ലിം, കാഫിർ അല്ലെങ്കിൽ മുസ്ലിം, അമുസ്ലിം, സത്യവിശ്വാസി, സത്യനിഷേധി. ഞാൻ ഒരു ഉദാഹരണം പറയാം. അത് ഇസ്ലാമിനെ വിശ്വസിക്കാത്തവരെ സത്യം ഇസ്ലാം എന്ന് വിശ്വസിക്കുന്നത്. അതൊക്കെ ഒരു മിനിറ്റ്, അതൊക്കെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, അവരുടെ ഒരു മിനിറ്റ്, അതായത് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. വിഷയങ്ങളുടെ ഒരു മിനിറ്റ്. ഇല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം സത്യവും ഇസ്ലാം അല്ലാത്തതെല്ലാം അസത്യവുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സത്യം വിശ്വസിക്കുന്നവർ, അതായത് ഇസ്ലാം എന്ന സത്യത്തെ സ്വീകരിക്കുന്നവർ സത്യത്തിൽ വിശ്വസിച്ചവരും ഇസ്ലാം എന്നതിനെ മതമായി അംഗീകരിക്കാത്തവർ സത്യത്തെ നിഷേധിച്ചവരുമാണ് എന്ന് പഠിപ്പിക്കണ്ടോ? ആണ്, അങ്ങനല്ലേ പഠിപ്പിക്കാൻ സത്യത്തെ പറ്റും. നിഷേധിക്കാത്തവർ അവര് വിശ്വസിക്കുന്നത് സത്യത്തെ നിഷേധിക്കുന്നവർ പ്രത്യയശാസ്ത്രമല്ലേ? മോശക്കാരല്ലേ? അല്ല, ഞാനൊരു ഒരു അല്ല, അല്ലേ? സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരു ഉം. വിഭാഗമാണ് ഈ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നതിൽ അതിലെന്ത് രാഷ്ട്രീയവും എന്ത് ഇല്ല. സാമൂഹിക പക്ഷെ സംഘടനകളും നമ്മളല്ലാത്തവർ സത്യത്തെ നിഷേധിച്ചവരാണെന്നും അവർ ജന്തുക്കളിൽ വെച്ച് മോശപ്പെട്ടവരാണെന്നും അവർ അവരും നജസാണെന്ന് പഠിപ്പിച്ചാലോ? പഠിപ്പിക്കുന്നത് അത് തന്നെയല്ലേ? ആര്? അതുകൊണ്ട് മറ്റു സമൂഹങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെ അല്ല, സൃഷ്ടിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് സംഗതി അങ്ങനെയാണ്. ഒരു അതുകൊണ്ട് വിഭാഗങ്ങളായിട്ട് തന്നെയല്ലേ? അല്ല, അങ്ങനെ ആര് പഠിപ്പിച്ചാലോ തെറ്റാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചാലും തെറ്റാണ്, ഹിന്ദുത്വം പഠിപ്പിച്ചാലും എല്ലാം തെറ്റാണ്, അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി പഠിപ്പിച്ചാലും സാമൂഹിക തെറ്റാണ്. ചുറ്റുപാടിലല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്? സുഹൃത്തെ, അങ്ങനത്തെ സാമൂഹ്യ ചുറ്റുപാടൊക്കെ കഴിഞ്ഞു. ഗോത്രത്തിന്റെ കളറും ഗോത്രത്തിന്റെ മണവും നോക്കിയിട്ട് മനുഷ്യരെ തിരിച്ചറിയുന്ന കാലം കഴിഞ്ഞു. നമ്മളിൽ മനുഷ്യർ എന്ന അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശമുള്ളവരാണ് അങ്ങനെ ഒരു എന്ന തുല്യത നിലനിൽക്കുന്നുണ്ടോ ഇവിടെ? അങ്ങനെ ഒരു സങ്കല്പത്തിലേക്കാണ് മനുഷ്യർ പോകേണ്ടത്. അതിനിപ്പോ നിങ്ങൾ ഈ പറയുന്ന അതിന് തടസ്സം നിൽക്കുന്നത് ആശയങ്ങള് മതങ്ങളല്ലേ പ്രധാനമായിട്ടും. അല്ല, അല്ല, ആശയങ്ങള് ഈ തുല്യത എന്ന് പറയുന്നത്
പ്രാക്ടിക്കലി നിലനിൽക്കുന്ന ഒരു അല്ല, സംഗതിയാണ്. അത് അതിലേക്ക് നമുക്ക് വരാം. ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾക്ക് പ്രാക്ടിക്കലാണ് അത്. അത് നമുക്ക് വരാം, അതിലേക്ക് വരാം. ഇസ്ലാമിന്റെ ഇസ്ലാമിന് ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ പരിധിവരെയൊക്കെ സമ്മതിച്ചില്ലേ? നമുക്കറിയാം. അത് എന്താണ് സി ഈ പ്രാക്ടിക്കലി അത് നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ പ്രശ്നമാണോ? ഇസ്ലാമും കൊണ്ട് പറഞ്ഞത് നടന്നവരുടെ പ്രശ്നമാണോ? അത് ഇസ്ലാമിന്റെ ഇസ്ലാമിലേക്ക് പ്രശ്നമാണ്. കേറി വന്നതിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഇസ്ലാമിന്റെ വേറൊരു പ്രശ്നമാണ്. ചർച്ചയാണ്. ഇസ്ലാമിന്റെ പ്രശ്നമാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇത് ഇസ്ലാമിന്റെ അടിയാധാരത്തിൽ ഉണ്ടോ നോക്കിയിട്ടാണ്. ഇത് എവിടുന്നാണ് ഈ ഐഡിയ, ഈ രീതി വരുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ഖുർആനിൽ നിന്നാണ്. അതിന്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിൽ നിന്നാണ്. അതുകൊണ്ട് അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ പുസ്തകം വായിച്ചിട്ട് ഒരേ പലതരം അതും ഇസ്ലാമിന്റെ ഈ ഉണ്ടാവുന്നത് ജീനിന്റെ പ്രശ്നമാണ്. അതായത് ഇല്ല. ഇപ്പൊ ഒരു അത് എന്തുകൊണ്ടാണ് വായനയുടെയും ചിന്തയുടെയും അത് മാത്രല്ല, അതായത് എനിക്ക് ഏറ്റവും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് നമ്മളുടെ ഇത്രയധികം ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞുതരാം. ഇത്രയധികം ശേഷികൾ അത് ഉണ്ടാവും പറഞ്ഞുതരാം. എന്ന് എനിക്ക് അതിലേക്കാ ഞാൻ പറഞ്ഞു തോന്നുന്നില്ല. വരുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് മനുഷ്യരെ പ്രാഥമികമായിട്ട് സത്യനിഷേധികൾ എന്ന ഒരു കൂട്ടം ആൾക്കാരെ, നമ്മളുടെ ഇൻ ഗ്രൂപ്പിൽ പെടാത്ത ആളുകൾ മുഴുവൻ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യത്തെ ഉപാസിക്കുന്നവർ എന്നാണ്, അല്ലെങ്കിൽ അസത്യത്തെ അതായത് സ്വീകരിച്ചവർ എന്നാണ്. അതായത് അവർ വിശ്വസിക്കുന്ന സത്യത്തെ നിഷേധിക്കുന്നവർ. അങ്ങനെയല്ല. ഏ? അതെങ്ങനെ അതെ, പറയാം? അത് നിങ്ങളുടെ അവരാണ് വിശ്വാസത്തിന് സത്യവിശ്വാസികൾ എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ മറ്റൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായി. ആ, അതെങ്ങനെയാണ് സത്യത്തെ നിഷേധിക്കലാവുക? അതെ, അത് ഒന്നാമത്തെ മനസ്സിലായി. അത് ഒന്നാമത്തെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അതായത് ഇത് കംപ്ലീറ്റ് സത്യം ചെയ്യട്ടെ, എന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയുന്നത് നിങ്ങളെ ഓക്കെ. ഗ്രൂപ്പിസം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഗ്രൂപ്പിസത്തിന്റെ ജനിതകവും ഇത് തന്നെയാണ്. അതായത് നമ്മളുടെ ഗ്രൂപ്പ് ശരിയും മറ്റുള്ളതൊക്കെ തെറ്റും എന്നിടത്ത് ഇസ്ലാമിനെ, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിനകത്തും ഈ ഗ്രൂപ്പിസം വേറെ രീതി വർക്ക് ചെയ്യും. അത് സ്വാഭാവിക സംഘടനകളായിട്ടായിരിക്കും. മാനുഷിക ചിന്തയല്ലേ? അതാ ഞാൻ പറഞ്ഞ ആ മാനുഷിക ചിന്തയല്ല ആ ഗ്രൂപ്പിസത്തെ പിന്നെ ലെജിറ്റിമൈസ് ചെയ്യുകയും അതിനെ ദിവ്യവൽക്കരിക്കുകയും ചെയ്തു ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനെ ദൈവികവൽക്കരിച്ചു. അതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. അതല്ലാതെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളെ സംബന്ധിച്ച് പിന്നെ നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ ലോകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ആ മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഒരു ചെറിയ കുട്ടീനെ ഒരു കള്ളസത്യം പറയിപ്പിച്ച് പഠിപ്പിച്ച് അതിന്റെ വക്താക്കളായി നിർത്തി അതിന്റെ വക്താക്കളല്ലാത്തവരൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു 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 ബോധം ഒരു കുട്ടിയിലെ ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രശ്നം. ഇതൊക്കെ പഠിച്ചു വളർന്നതാണ് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അതാ പറഞ്ഞ മനുഷ്യർ ഇതിനെ പലതിനെയും മറികടക്കും. മനുഷ്യരുടെ ബുദ്ധി ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലാണ് അല്ല 5ാമത്തെ വയസ്സിലാണ് മദ്രസയിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ അത് വായനയുടെയോ അത് അല്ലെങ്കിൽ പോരാത്തോണ്ടാണ്. നമ്മുടെ ചിന്തയുടെയോ പോരായ്മയല്ലേ എന്ന് ചോദിക്കുന്നത്. അല്ല, അത് കിതാബിന്റെ പോരായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കിതാബിന്റെ പിന്നെന്താ, ഇതേ പരിധിയെ കിതാബ് നമ്മൾ മറികടക്കും. വായിക്കാത്ത ചില ആൾക്കാർ എന്ത് ആളുകളാണോ ചെയ്യും? ഈ സമൂഹം? ഇപ്പൊ ഇതേ ചില കിതാബ് വായിച്ച് വളർന്നവരല്ലേ ഈ സമൂഹം? ആണ് കിതാബ് അങ്ങനെ വായിച്ചിട്ട് ആ ചിന്തിക്കുന്നത് കിതാബിന്റെ നിങ്ങൾ ഈ ആശയം. പറയുന്ന ഞാൻ ചിന്തകൾ പറയട്ടെ ഞാൻ എത്ര പറയട്ടെ ഒരു ഒരു ഇസ്ലാം മത ശതമാനം 2% ഒരു അല്ലേ ഉള്ളൂ. എങ്ങനെ? നിങ്ങൾ ഈ പറയുന്ന ചിന്തകളുള്ള ആളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ആ എത്ര ചിന്തയുടെ ശതമാനം ആധാരം ഉള്ളത്? കിതാബാണോ എന്നാണ് ഞാൻ ചോദിക്കണേ. അത് ഒരു വസ്തു വായിച്ച് ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകള് എത്ര രീതിയിൽ ചിന്തിക്കാം? ഒരു പുസ്തകം വായിച്ച് അത് എത്ര ആ രീതിയിൽ പുസ്തകത്തിന്റെ ചിന്തിക്കാം? പരിമിതിയല്ലേ. അപ്പൊ ഒരു പ്രാസംഗികന്റെ പ്രശ്നം, പ്രസംഗമല്ല ഒരു ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് എന്തോ ആവട്ടെ, പുസ്തകം. വായനയായാലും ഖുർആൻ പ്രസംഗം എന്ന് പറഞ്ഞ സാധനം കേട്ടാലായാലും ഉണ്ടല്ലോ, ഖുർആനല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. അതെ. ആ ഖുർആനിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിശദീകരണവും അതിന്റെ ഇന്റർപ്രിട്ടേഷനും മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ എന്ന് ഇന്റർപ്രിട്ടേഷൻസ്. പറയുന്നത് ഏ ഇപ്പൊ നമ്മൾ ഈ ഡബിങ് സിനിമ കാണുന്ന മാതിരിയാണ് ഇന്റർപ്രിട്ടേഷൻ. ആ പലപ്പോഴും ഈ തമിഴ് സിനിമ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ ഉം. അതിനുണ്ട്. അത് അറബിയിൽ വായിച്ചാലും പഠിച്ചാലും അവസ്ഥ എന്താ? അറബിയിൽ വായിച്ചാലും പഠിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് ജീവിച്ച് കാണിച്ച ആളല്ലേ മുഹമ്മദ് നബി. അതെ, ആ മുഹമ്മദ് നബിയുടെ ജീവിതം എടുത്ത എന്താ? ഈ മുഹമ്മദ് നബിയുടെ ജീവിതം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഹദീസുകളിലൂടെ അല്ലേ? പിന്നെ അത് എവിടുന്ന കിട്ടുക? ഏയ്, ഈ ഹദീസുകളുടെ അവസ്ഥ അതിപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മിനിറ്റ്, അള്ളാഹുവിന് മുഹമ്മദ് എന്നൊരു പ്രവാചകൻ ഉണ്ടെന്നും ആ മുഹമ്മദിന് അള്ളാഹു ഒരു ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം കൊടുത്തിട്ടുണ്ടെന്നും ആ ഗ്രന്ഥമാണ് നമ്മളിരിക്കുന്ന ഖുർആൻ എന്നും അത് എവിടുന്ന് കിട്ടുക? ഒക്കെ ഹദീസാണ്. പിന്നെന്ത് ചെയ്യാ? അപ്പൊ അതല്ല അതിന്റെ പ്രമാണം. ആ ഹദീസുകളുടെ അവസ്ഥ എന്നേക്കാൾ കൂടുതൽ ഹദ്- അല്ല, നിങ്ങൾക്ക് അറിയാം ഹദീസുകളുടെ എന്നാണ് ഞാൻ അവസ്ഥ, മനസ്സിലാക്കുന്നത്. ഹദീസിന്റെ എല്ലാ പരിമിതിയും ഖുർആനിനും ഉണ്ട്. അത് സമ്മതിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾക്ക് വളരെ ലളിതമായിട്ട്
മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിവേ നമ്മള് ഞാൻ ഹദീസ് ഞാൻ എടുത്തു ആ കഴിഞ്ഞാല് രീതിയിൽ ഹദീസ് ഈ എടുത്തു കഴിഞ്ഞാൽ പ്രാമാണികമായിട്ട് തർക്കിക്കാനോ ഇതിനെ വിളിച്ചതല്ല. ആ എനിക്ക് തോന്നിയത് ഇതാണ്. ഒരു നെഗറ്റീവ് തോട്ട്സ് ഒരു നെഗറ്റീവ് തോട്ട്സും ഇല്ല. സ്പ്രെഡ് പോസിറ്റീവ് തോട്ട്സ് എന്താ? നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുക, സത്യത്തെ സ്പ്രെഡ് മനസ്സിലാക്കി കൊടുക്കുക. ചെയ്യുന്നതിൽ സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് മതം എന്ന നെഗറ്റീവ് ആവും നെഗറ്റീവ് എന്നുള്ളത്. അല്ല അങ്ങനെയല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൾട്ട് സ്വഭാവം അത് ഇവിടെ ഇല്ലാതായി പോകേണ്ടതാണ്. മനുഷ്യർ ഇപ്പൊ ഇസ്ലാം മതത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാര് ഒരാള് സുന്നിയോ മുജാഹിദായി എനിക്കറിയാം ഈ AP വിഭാഗത്തിലെ ചില ആളുകൾ ചില പ്രദേശങ്ങളില് മുജാഹിദുകളിൽ കുടുംബത്തിൽ നിന്നൊക്കെ ഇപ്പം കല്യാണം കഴിച്ചു കൊടുന്നാല് ആ കുട്ടീനെ വീട്ടിൽ കയറ്റുന്നതിന് മുൻപ് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിക്കുന്ന ഏർപ്പാടുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഓരോ സ്ഥലത്തിന്റെയും അത് സംഗതികളൊക്കെ ഭാഗം ഞാൻ പറയണത് ഈ നമ്മുടെ ഭാഗത്തൊന്നും അതൊന്നുമില്ല. മതം മനുഷ്യരിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അതൊക്കെ ഉണ്ട്. ആ ഇതൊക്കെ ഇതിന്റെ ഒക്കെ പ്രേരണ ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ മതമാണ്. പറഞ്ഞത്. ഇതൊക്കെ വായനയുടെയും ആവുന്നതിന്റെയും ഈ സംഗതികളൊക്കെ എന്ത് ഇതിനെ വായിക്കുന്നതിന്റെ ബാധിച്ചിട്ടുണ്ടെന്നോ. എന്ത് വായിക്കുന്നതിന്റെ ഇതൊന്നും അല്ല ഇല്ലാന്നല്ല ശരി, പറയുന്നത് സമൂഹത്തില്. വായനയുടെയും വിശകലനത്തിന്റെയാണ്. എന്താണ് ഇവർ അടിസ്ഥാനപരമായി വായിക്കുന്നത്? എന്താണ് വായിക്കുന്നത് കിതാബല്ലേ? വെച്ച് കഴിഞ്ഞാ ഈ ഖുറാനും നിങ്ങൾ ഈ ഹദീസും അല്ലേ? പറയുന്ന നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ കേൾക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് വായിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വായിക്കാൻ പ്രേരിപ്പിക്കലാണ് നമ്മുടെ ദൗത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ഒരു സ്വാഭാവികമായിട്ട് മതമുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറ നിങ്ങൾ ഈ അത് ഇപ്പൊ പറയുന്ന നമ്മൾ പണ്ടത്തെ പോലെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് കുത്തിയിരുന്ന് പിന്നെ ലൈബ്രറി പോയിരുന്ന് വായിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ കുറിച്ച് കൃത്യമായ വിവരം കിട്ടാൻ അല്ല 10 15 മിനിറ്റ് ഒരാൾ അല്ല മെനക്കെട്ടാൽ മതി. അങ്ങനെ വായിക്കുമെന്ന് നിങ്ങൾ ഈ പറയുന്ന കട്സ് അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ കോട്ട് ഉം. കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റെഫറൻസ് തേടി ബുഖാരിയോ തെറ്റിയോ അല്ലെങ്കിൽ ഇബ്നു കസീറൊക്കെ അങ്ങനെ പോയി. പോകണം. ഏ, ഒരാളൊരു കാര്യത്തിൽ ഞാൻ പറയാറുള്ളത് മുഴുവൻ അതാണ്. ഉസ്താദ് പറയണത് വിശ്വസിക്കണ്ട. ഞാൻ പറയണത് നോക്കണ്ട. നമ്മൾ റെഫറൻസ് കൊടുക്കും. ഞാൻ പറയുന്ന റെഫറൻസ് ഇതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കണം. ഞാൻ പറയുന്നത് പരിശോധിച്ചിട്ടാണ്. ഞാൻ വെരിഫൈ ചെയ്യാത്ത ഒരു ഹദീസ് കൊടുക്കാറില്ല. ഞാനായിട്ട് സാധ്യതയില്ല പരിശോധിക്കാത്ത ഒരു എന്നാണ് സാധനം ഞാൻ എടുക്കൂല. മനസ്സിലാക്കുന്നത്. കാരണം അവര് സ്വാഭാവികമായിട്ട് അതൊക്കെ പരിശോധിക്കുന്നവർക്കേ ഈവൻ കാര്യം ഒരു മിനിറ്റ്. ഈവൻ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പി ആർ വർക്ക്, പരിശോധിക്കുന്നവർക്ക് മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവൂ. നമ്മളെ പരിശോധി നാട്ടിൽ നടക്കുന്ന പി ആർ വർക്ക് പോലും ഇത്രയും എഫക്റ്റീവായിട്ട് സമൂഹത്തെ ബാധിക്കുന്നത് ഉം. അവര് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നില്ല അല്ല എന്നുള്ളത് ആ കൊണ്ടാണെന്നാണ് ഞാൻ ആ മനസ്സിലാക്കുന്നത്. അനലൈസ് ചെയ്യായ്മ കൊണ്ടാണ് മതങ്ങൾ നിലനിൽക്കുന്നത് പോലും. അതും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ഒരു കഥ. ഇപ്പൊ ഞാനൊക്കെ എന്റെ 27ാമത്തെ വയസ്സിലാണ് 28ാമത്തെ വയസ്സിലൊക്കെയാണ് ഇതിനെനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങുന്നത്. 27 28 വയസ്സില്. ഈ 28 വയസ്സിൽ നമ്മള് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മള് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനം കിതാബ് കിടക്കുന്നു. ഇതിന്റെ പോരായ്മകളൊക്കെ എനിക്കും അറിയാം. ആ കാരണം ഇതൊക്കെ അത്രേ കുറച്ചൊക്കെ ഉള്ളൂ. പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ പ്രേരിപ്പിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഇതിനെ ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാനും അങ്ങനത്തെ ചില പ്രതിസന്ധികൾ കടന്നു വന്ന ആളാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആശ്രയം ഇല്ലാതായി പോവാണോ, നമ്മൾ അനാഥമായി പോവാണോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ വരും ചില ആൾക്കാർക്ക്. അതൊക്കെ ഓരോരുത്തര് ഇപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളെ എത്രമാത്രം ചലഞ്ചിങ് ആയിട്ട് ആ ജീവിക്കാൻ തയ്യാറായി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിൽ അതിന് നിങ്ങൾ അല്ലാത്തവർക്ക് ചെയ്യുന്ന അസ്താഫുറുല്ലാ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഷഹാദത്തിൽ കൂടാൻ ഒരു അല്ല ബുദ്ധിമുട്ടില്ല ഇവിടെ. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന, അതായത് ഇതുവരെ കേട്ടു വന്ന സംഗതികള് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവര് പിന്നീട് പക്ഷെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഉം. വീണ്ടും അതിന് ഈ നിങ്ങളെ ഈ പറയുന്ന അതെന്തുകൊണ്ടാ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നത്? ബാസിലിനെ പോലത്തെ ആളുകൾ വീണ്ടും വന്ന് അതിനെ പോസ്റ്റ്മോർട്ടം റിപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ചെയ്യുകയും ബാസിലിനെ പോലത്തെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ്. വീണ്ടും നിങ്ങൾ അതിനെ ഇത് റിപ്ലൈ ചെയ്യും. ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ലേ സമൂഹത്തിൽ? ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് രണ്ട് എന്താ വെച്ചാൽ ഭാഗത്തുണ്ട്. ഞാൻ ഇപ്പൊ അല്ല ഇ അത് എം എം നടക്കണം എന്നാ ഞാൻ അക്ബറിന്റെ പറഞ്ഞത്. അത് നടക്കണം. അത് ഞാൻ വളരെ ഇ എം എം സ്വാഭാവികമാണ്. അക്ബറിന്റെ ഈ സി സംഗതികളിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പറയട്ടെ ഒരു മറ്റുള്ള മിനിറ്റ്. തെറി വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ അല്ല ഞാൻ പറയട്ടെ വെച്ചാൽ ഈ തരം ആരോഗ്യകരമായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കട്ടെ. ഞാൻ പറഞ്ഞു ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണം എന്താ വെച്ചാൽ മദ്രസയിൽ നിന്ന് ചത്തമ്മേ പൂച്ച പൂച്ച പഠിച്ച കുട്ടികള് അത് മാത്രത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാനും അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് ഒരു സമൂഹം മാറുമ്പോ അത് വളരെ പോസിറ്റീവായിട്ട് കാണുക. അതിൽ നിന്ന് സത്യം സർക്കാർ ഉരുത്തിരിഞ്ഞു വരും. വിദ്യാഭ്യാസമൊക്കെ അല്ലെങ്കിലും ആളുകൾക്ക് പഴയ ആളുകൾ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് എല്ലാരും ഒരേ തോന്നുന്നില്ല. അളവിലൊന്നും പോയിക്കൊള്ളുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 5 8 കൊല്ലം ഇതിന്റെ പുറകെ നടന്നു.
നമുക്കൊരു സംശയം തോന്നി അതിന്റെ പുറകെ നടന്ന് 5, 8 ഞാൻ കൊല്ലം അതുകൊണ്ടാ എടുത്തു. പറഞ്ഞത്. ഇപ്പൊ ഉം. നിങ്ങള് അത് ഉം. പഠിക്കുകയും അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുകയും ചെയ്തിട്ട് ഉം. അതിനെ വിമർശിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അതിന് തയ്യാറാവുന്ന ഒരു സമൂഹമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ തയ്യാറാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്കിതിപ്പം ആൾക്കാരെ അതൊരു രക്തം വാദത്തിന് പരിശോധിച്ചിട്ട് വേണ്ടി വല്ല ഇത് പറയുന്നതല്ലേ. പരിശോധിക്കോ ഉറപ്പിക്കുന്നോന്നും പിന്നെ എന്താന്ന് അല്ല, വെച്ചാൽ അതൊരു ഇതൊന്നും വാദത്തിന് വേണ്ടി പറയുന്നല്ലേ അല്ല. അത്. ഇനിയിപ്പോ ഒരു കാര്യം ഒരു കാര്യം നമ്മളിപ്പോ ഒരു കഞ്ഞിയോ ഒരു കഞ്ഞിക്കലം അതിൽ ഓരോ വറ്റും നമ്മൾ ഇരുന്ന് കുത്തിവെക്കൊന്നും വേണ്ടല്ലോ. ഇതിന്റെ അടിസ്ഥാനം എന്താ? ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ഇതുപോലത്തെ ഒരു കിതാബ് വരുമോ എന്ന് അനലൈസ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും മെനക്കെട്ട് ഒരുപാടൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. യുക്തിയായിട്ട് അപ്പോ ബന്ധപ്പെട്ടതാണ്. അതിലൊരു അതായത് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ ഈ യുക്തിക്ക് യോജിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഉം, നമ്മളെ നാട്ടിലില്ലേ. ഉണ്ടാവും. ഇത് വരുവോ ഇല്ലേ ഇതൊന്നും നമുക്കറിയില്ല. ഉം, ആയിക്കോട്ടെ. ഇനി നാളെ സ്വർഗം ഉണ്ടോ ഉം, അതൊന്നും നമുക്കറിയില്ല. ഇല്ല. ഒരു 30 കൊല്ലം മുമ്പ്, അതറിയാത്ത സമൂഹത്തിൽ ഇത് ഉണ്ട് അല്ല ഉണ്ട് അല്ല ഉണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു പഠി 30 വർഷം മുമ്പ് ഇവിടെ കൊറോണ വരും എന്നൊരാൾ പ്രവചിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു. ഉം, ഇല്ലായിരുന്നു. ഉം. അപ്പൊ ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോ അത് വിശ്വസിച്ചു. ഉം. ഇതൊക്കെ അപ്പൊ ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്. നമുക്കറിയില്ല അത് വരുവോ ഇല്ലേ. അതേപോലെയാണോ? അതായത് പകർച്ചവ്യാധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും ഒരു ഫോണ് അതുപോലത്തെ ഒന്നും കണ്ടുപിടിച്ചത് സാധ്യത ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ജനിതക മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെന്താ പറയാ ഒരു എന്തോ ആയിക്കോട്ടെ ഈ അത്തരം പ്രപഞ്ചത്തെ കുറിച്ച് കാര്യങ്ങൾ തന്നെയുള്ള പ്രവചിക്കുന്ന അത്ര അറിവ് നമുക്ക് വളരെ കുറവാണ്. ആ ഇപ്പൊ രീതിയിലല്ല. എത്ര വർഷമായി എത്ര കാലമായി ഇപ്പൊ കൊറോണ ഏലിയൻസിനെ കുറിച്ചിട്ട് പോലെയുള്ള നമ്മൾ അറിഞ്ഞിട്ട്. മഹാവ്യാധികൾ ഉണ്ടാകും എന്നുള്ളത് അല്ല, മനുഷ്യർ അതിന് എത്ര മുൻപ് തന്നെ എത്ര പറയുന്നുണ്ട്. എത്ര വർഷമായി നമ്മൾ ഏലിയൻസിനെ കുറിച്ചിട്ട് അറിയാൻ തുടങ്ങിയിട്ട്? വളരെ ചുരുങ്ങിയ ഏലിയൻസ് വർഷം. ഉണ്ടെന്ന് അതിന് ആരെ കൺഫേം ചെയ്ത്? അറിയില്ല. ആ അപ്പൊ ഇങ്ങനത്തെ കഥകൾ പലതും അല്ല, ഉണ്ടെന്നേ. ഇത് അതായത് മനുഷ്യര് മനുഷ്യര് എത്ര മനുഷ്യ കണ്ടെത്തലുകൾ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളിൽ ഞാൻ അതിൽ തർക്കിക്കാനില്ല. കാരണം എനിക്കറിയില്ല. ആ അറിയാത്ത ഇത് സ്വർഗ്ഗമുണ്ടോ കാര്യങ്ങളില് അല്ലെങ്കിൽ പക്ഷെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവിടെ അത് ഒന്ന് ഒരു ഒന്ന് മിനിറ്റ്. ഇതില് അറിയാത്ത കാര്യങ്ങൾ അല്ല അങ്ങനെയല്ല. ആധികാരികമായിട്ടുള്ള അല്ല, റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന ലോജിക്കൽ തോട്ട്സും ഉണ്ട് ഇല്ലോജിക്കൽ തോട്ട്സും ഉണ്ട് ഇല്ലേ. റിലീജിയൻ എങ്ങനെയാണ്? അല്ല, ലോജിക്കലാണോ രണ്ട് ഇല്ലോജിക്കലാണോ? തോട്ട്സും നിലനിൽക്കുന്നില്ല ഇവിടെ. ഉണ്ട്. ഏഹ് റിലീജിയൻ എന്ന് എല്ലാം പറയുന്നത് നമ്മളെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണോ? ഇല്ല. റിലീജിയൻ എന്ന് പറയുന്നത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. ആ ഒരു വിശ്വാസിക്ക് അത് ആ രീതിയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇല്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നു. അവർക്ക് മനസ്സിലായത് അവർ പറയുന്നു. നമ്മള് പിന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെ ഒരു മതം വിശ്വസിക്കുന്നവരെല്ലാരും മോശക്കാരാണ്, പ്രശ്നക്കാരാണെന്നൊന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ വ്യക്തികളോട് അങ്ങനെയൊന്നും എനിക്ക് ആശയപരമായിട്ട് തോന്നിയില്ല. പക്ഷെ സംസാരിക്കാണ്. ചില സംസാരങ്ങളിലൊക്കെ നിങ്ങളും വഴിവിട്ട് സംസാരിക്കുന്നു. അവര് സംസാരിക്കുന്ന അതേ രീതി അവലംബിക്കുന്നുണ്ട് എന്ന് എനിക്ക് അങ്ങനെയൊന്നും തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. അത് ചെന്നൈ ഈ എന്താ പറയാ തീർത്തും എന്താ പറയാ ഈ മിലിറ്റന്റ് സ്വഭാവം കാണിക്കുന്ന ഈ വഹാബി എക്സ്ട്രീം സാധനങ്ങളോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കും. അതിൽ സംശയമൊന്നുമില്ല. അവര് നിങ്ങൾ അവരുടെ തമ്മിൽ ഐഡിയോളജി വ്യത്യാസം. അങ്ങനെയാണ്. അവര് എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആ പൊളിയല്ലേ. ഐഡിയോളജി അതിനകത്ത് നിൽക്കുന്നവർക്ക് പോലും അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. എക്സ്ട്രീം എനിവേ സലഫികളോട് ഞാനൊരു ഒരു തർക്കത്തിന് ഒരു വിളിച്ചതല്ല. ഒരു ഒരു ഇതും ഉണ്ടാവില്ല. അത് സംസാരത്തിലും ആ പൗരുഷം മീൻസ് ഒരു എന്താ പറയാ ഒരു പരുഷഭാവം നമ്മള് നിലനിർത്തുക തന്നെ ചെയ്യും. അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു സാധാരണ വിശ്വാസിയോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലല്ല തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം വഹാബി ദഴവക്കാരനോട് സംസാരിക്കുക. ഞാൻ പല ഡെഫിനറ്റ് ആയിട്ട്. ആളുകളും വിളിച്ചിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്കത്ര അത് വളരെ നിങ്ങള് കുറച്ച് സംസാരങ്ങളൊക്കെ ഉം. നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ചർച്ചകളും സംഗതിപരം. അത് പിന്നെ നമ്മള് ഈ നമ്മളിപ്പോ ഒരു പിന്നെ ഈ ഇപ്പൊ നമ്മൾ കിതാബുകളെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ഇത് ഒരു സംസാരം എന്ന് പറഞ്ഞത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണല്ലോ. അപ്പോ അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ എന്റെ ആ ലിമിറ്റിൽ നിന്നിട്ട് തന്നെയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത്. ഒരു പരിധി വിട്ടു പോകുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ കോൾ ഡ്രോപ്പ് ചെയ്യും. വെറുതെ അനാവശ്യമായിട്ടുള്ള തർക്കത്തിലേക്ക് ഒരു കാര്യമില്ലല്ലോ. പക്ഷെ ചില ശരിയാണ്. സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഡോസ് കൊടുത്തിട്ട് തന്നെ നിർത്തുള്ളൂ. അതൊക്കെ ഡിപ്പെൻസ്. അത് ആരാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാളുടെ ഇന്റൻഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലായതിനു ശേഷമാണ് അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഉം. ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ ഒരു സാധാരണ വിശ്വാസി ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി വിളിക്കുന്ന ലാഘവത്തിലായിരിക്കൂല ഇപ്പൊ എം അക്ബറിന്റെയോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തകൻ വിളിക്കുമ്പോൾ സംസാരിക്കുക. ഉറപ്പായിട്ടും അല്ല. അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെയും അതിലും സ്വാഭാവികമായിട്ട് അതിലും അവര് അവരെങ്ങനെയാണ് റഫറൻസ് സംസാരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഈ റഫറൻസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നിങ്ങൾ ഈ ഒരു എന്താണ് അയാളുടെ പേര് ഞാൻ മറന്നു. ഒരു ഷുക്കൂറ. ഷുക്കൂർ ഷുക്കൂർ ആയിട്ടുള്ളൊരു അരിക്കോടനോ. ഷുക്കൂർ ഉം. ഇരിക്കോട്ടെ ആളായിട്ടുള്ളൊരു ഇതില്
പറയുന്നത് കേട്ടു. ഉം. അവരത് ആ ഹദീസിലും എന്താ സനദില്ലാന്ന് പറയുന്നു. ഉം. നിങ്ങളതിന് ഈ അതിന് ആര് മറ്റേ സനദില്ലാന്ന് പറയണേ? ഷുക്കൂർ വരിക്കോടൻ അതിന് സനത് എത്തുന്നില്ലാന്ന് പറയുന്നു. ആര് ഒരു പറയണു? സനത് എത്തുന്നില്ലാന്ന് ഇയാള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവര് കിതാബിലുണ്ടെന്നല്ലേ നമ്മള് പറയുന്നുണ്ട്. പറയണേ. ആ. നിങ്ങള് കിതാബിലുണ്ടെന്ന് പറയുന്നു. അതെ. സനദിന്റെ കാര്യം ഇങ്ങനത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സനത് ഇങ്ങനത്തെ ചർച്ചയിൽ ഞാൻ പറയുന്നത് ഒരു അതല്ല. സിമ്പിൾ ഒരു കാര്യം. ഈ അതൊന്നല്ല ഞാൻ സനത് പറഞ്ഞേ. അത് ശുദ്ധമായ ഉഡായിപ്പാണ്. ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാ സനത്? ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്ലബ് ഹൗസിൽ മുമ്പ് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അന്ന് ഷുക്കൂർ അരിക്കോടിന് അതിലുണ്ടോ എനിക്കറിയില്ല. അബ്ദുള്ള ബാസലും സംഘമൊക്കെ ഉണ്ട്. ഒരു ഹദീസ് നമ്മൾ എടുക്കുകയാണ്. അതായത് മതമില്ലാത്തവരൊക്കെ കടുത്ത നിരാശയിലും ആത്മഹത്യാ പ്രവണതയിലുമാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ നമ്മള് മനുഷ്യർക്ക് പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് നിരാശ ഉണ്ടാവും. അതിനെ മറികടക്കുക എന്ന് പറയുന്നതാണ് ആ മനുഷ്യന്റെ കരുത്ത്. ആ മനുഷ്യന്റെ ചുറ്റുമുള്ളവരുടെ ബാധ്യതയും സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം അതിനെ മറികടക്കാൻ അയാളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ സ്റ്റേറ്റ് ആയാലും കുടുംബമായാലും ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ. ഈ നിരാശ മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടെന്നും മുഹമ്മദ് നബി ഒരു മലയുടെ മുകളിൽ പോയി ചാടാൻ നോക്കി ചാടി മരിക്കാൻ വേണ്ടി തയ്യാറായി എന്നും ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്. ഏ ഹദീസ് ഈ ഹദീസ് ഉണ്ടായ ഹദീസ് പറയട്ടെ ഈ ഉണ്ടായ ഹദീസ് ഉത്ഭവങ്ങളെ കൊടുത്തപ്പോ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. ഹദീസ് അല്ല ഖുറാനിലുണ്ട്. ഞാൻ അതിലേക്ക് പോണ്ട, ഖുറാനിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഹദീസ് ഖുർആന്റെ അത് ഉണ്ട് കൃത്യമായിട്ട് ഇത് ഉണ്ട് ചെയ്യുന്നു. നീ സ്വന്തം ശരീരം നശിപ്പിക്കുന്നതിനെ അത് കുറിച്ച് നിന്റെ ആലോചിക്കുന്നു ഇന്റർപ്രിട്ടേഷൻ എന്ന് ഉണ്ട്. പറഞ്ഞു. ആ അത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുകൊണ്ടാണോ ആത്മഹത്യ. തന്നത്? അതെ. അത് ഈ സംഭവത്തെ കുറിച്ച് അതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഹദീസ്. ഈ ഹദീസിൽ വിശദീകരിക്കുന്നത് ആയിഷയിൽ നിന്നാണ് റിപ്പോർട്ട്. ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഒരു ഹദീസ് നമ്മൾ എടുത്ത റെഫറൻസ് മുന്നോട്ട് വെച്ചപ്പോ ഇവരെന്താ ചെയ്തത് വെച്ചാൽ ഈ ഹദീസിന്റെ പകുതി വരെ അങ്ങ് സ്വീകാര്യമാണെന്നും ബാക്കി പകുതിക്ക് സനദില്ലാതെ ആയിഷ വരെ എത്തുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഒരു ഹദീസ് നല്ല നീളത്തിലുള്ള ഒരു ഹദീസ് 2 പീസാക്കിയിട്ട് ഒരു ഹദീസ് ഒരു ഭാഗം ഞങ്ങൾ എടുക്കും, ഒരു ഭാഗം ഞങ്ങൾ തള്ളും എന്ന ഉഡായിപ്പാണ്. ഇനി സനദിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഹദീസിന്റെ എല്ലാ പറഞ്ഞത് അതൊന്നല്ല. ബലഹീനതയും ഞാൻ പറഞ്ഞത് അതല്ല. അല്ല അവര് പറയാറുള്ള വാദത്തെ അല്ല, കുറിച്ച് ഞാൻ ആ പറഞ്ഞത്. ആ വാദമല്ല ഞാൻ പറഞ്ഞത്. ഉം, ഈ സാധാരണ ജനങ്ങൾക്ക് ഉം, നിങ്ങൾ ഈ പറയുന്ന ഷുക്കൂർ പറയുന്ന സനദോ ഉം, ഈ സുൽഫിക്ക് പഠിച്ച പാഠവും ഉം. ഇതൊന്നും ഇല്ലാത്ത ജനങ്ങളുടെ മുന്നിലാണ് നിങ്ങൾ ഈ സനദിനെ കുറിച്ചിട്ടൊക്കെ തർക്കിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സനതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്ന അതൊക്കെ നിങ്ങളെ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ ഒരു യൂട്യൂബിൽ നമ്മൾ നടത്തുന്ന ഒരു ചർച്ച കാണുന്ന ആളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് നമ്മൾ മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലാണ്. ഇനി നിങ്ങളോട് ഞാൻ സനദിനെ കുറിച്ചൊരു കഥ പറയാം. അതായത് ഹദീസിന്റെ അത്രയും സനദില്ലാത്ത സാധനമാണ് ഖുർആൻ. പറയുന്നത് ഖുർആനിൽ സനത് ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്തൊരു സംഗതിയല്ലേ. പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ സനത് അൽബക്കറ സൂറത്തില് ഉണ്ടാവില്ലല്ലോ അതിന്. ഒരു മിനിറ്റ്, അൽബക്കറ സൂറത്തില് 5-ാമത്തെ വചനം അല്ലെങ്കിൽ 6-ാമത്തെ വചനം, ആ വചനം ആ 6-ാമത്തെ പൊസിഷനിലാണ് എന്ന് ആരാ തീരുമാനിച്ചത്? അറിയില്ല. അതാ പ്രശ്നം. അത് വേറൊരു വിഷയമാണ്. ഖുർആന്റെ സനത് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ഹദീസിന്റെ അത്രയും ഹദീസിനുള്ള എല്ലാ ഖുർആനിൽ ബലഹീനതകളും എങ്ങനെയാണ് സനത് ഖുർആനിലുണ്ട്. ഉണ്ടാവുക? അതിനൊരു പിന്നെ സാധ്യതയില്ല അതെന്താ? ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ്? മുഹമ്മദ് നബി ആണോ ഈ ഖുർആൻ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ മുഹമ്മദ് നബി വെരിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ല, ഖുർആനിൽ എങ്ങനെയാണ് കയ്യിലെ സനത് ഉണ്ടാവുക എന്ന് പറയണത്? സനത് എന്ന് പറഞ്ഞാല് എല്ലാ സനത് എന്ന് കാര്യത്തിനും പറഞ്ഞു സനത് വേണം. കഴിഞ്ഞാൽ ഹദീസിനല്ലേ സ്വാഭാവികമായിട്ട് സനത് അതെ, ഉണ്ടാവുള്ളൂ. ഖുർആനിൽ ഹദീസിന് സനത്. മതി. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് ഖുർആൻ ഉം. അതിനൊരു സനത് വേണ്ടേ? അതായത് ഇന്ന ആയത്ത് ഇന്ന വചനം ഇത്രാമത് അൽ ബക്കറ സൂറത്താണ് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ എന്നത് ആരുടെ തീരുമാനമാണ്? അത് എന്നാണ് ഈ ക്രോഡീകരണം നടന്നത്? ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനു മുമ്പ് അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വചനം പ്രവാചകൻ അത് അള്ളാഹുവിന്റെ ക്രോഡീകരിച്ചതാണോ വചനം എന്നുള്ളതൊന്നും അബൂബക്കറിന് തോന്നിയ അറിയില്ല. പോലെ കുത്തി കൂട്ടാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് പറയാം അതെന്താ? അങ്ങനെയൊക്കെയാണോ? പിന്നെ അള്ളാഹുവിന്റെ വചനമായിട്ട് മുഹമ്മദ് നബി അവതരിപ്പിച്ചു കൊടുത്ത ഖുർആന് അബൂബക്കറിനും ഉമറിനും തോന്നിയതുപോലെ തുന്നി കൂട്ടാൻ പറ്റുമോ? തുന്നി ക്രോഡീകരിക്കാൻ പറ്റുമോ? കുട്ടിയതെന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലേ. ഏ അങ്ങനെ തുന്നി അങ്ങനെയല്ലേ കുട്ടിയതാണത്. ഖുർആൻ ഉണ്ടായത്? ഹദീസിലുള്ളതല്ലേ? സഹീഹ് ബുഖാരിയില് ഖുർആൻ ക്രോഡീകരണത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്. അല്ല അവരുടെ മീൻസ് കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളത്. ബുഖാരിയിൽ വീഡിയോ ഉണ്ട് പറഞ്ഞാൽ നാളെ ഞാൻ അത് കട്ട് ചെയ്ത് തരും. വിശദമായ ഹദീസ് ഉണ്ട്. ചെയ്തിന് വിദ്യനെ വിളിക്കുന്ന സംഗതി ഉം. അത് അവരുടെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതല്ലേ. ആ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഓരോ പിന്നെ ഒരു സന്ദർഭത്തിൽ മിനിറ്റ്,
ഇതൊക്കെ എന്തിന്റെ ഇറങ്ങുന്നത് ഓരോ അടിസ്ഥാനത്തിലാണ്? സന്ദർഭത്തിലും ഓരോ കാലഘട്ടത്തിലും അല്ലേ? പറയട്ടെ. അതതിന്റെ ആ ഈ സാധനം ഈ പരുവത്തിൽ ക്രോഡീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ? അതുകൊണ്ട് അതവർക്ക് അറിയില്ലേ ഏത് അത് സന്ദർഭത്തില് എപ്പോഴാ അത് ഇറങ്ങിയതെന്ന്? അതുകൊണ്ട് അത് പൂർണ്ണമാവോ? അപ്പൊ ഹദീസിൽ എങ്ങനെയാ ഒരാള് സനത് ഉണ്ടോന്ന് ഇല്ലേന്ന് സ്വീകരിക്കുക? ഇത് മുഹമ്മദ് ഹദീസ് നബിയിലേക്ക് ഉണ്ടായത് അത്രയും എത്തുന്നുണ്ടോ നോക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ഇവർ ഈ അല്ല 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 കാലഘട്ടത്തിൽ അല്ല 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 ജീവിച്ചിരുന്നതുകൊണ്ട് അതുകൊണ്ടല്ല. രണ്ടും തമ്മിൽ അല്ല വ്യത്യാസമില്ലേ? ഒരു ഹദീസ് ഇപ്പൊ ബുഖാരി ഇരുന്ന് എഴുതിണ്ടാക്കിയ ഹദീസ് ഒന്നും അല്ലല്ലോ ഇത്. അല്ല, ആ മുആവിയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് ക്രിയേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ, മുആവിയുടെ മീൻസ് കൊട്ടാരത്തിലാണ്. മുആവിയുടെ ഭരണകാലത്ത് അബൂഹുറൈറയെ ഭരണകാലത്ത് കൊണ്ടൊക്കെയാണ് മുആവിയുടെ ക്രോഡീകരിച്ചത്. കൊട്ടാരത്തിലെ എഴുത്തുകാരാണ് ഉം. ഞാൻ മനസ്സിലാക്കുന്ന അതൊക്കെ ക്രിയേറ്റേഴ്സ് ഇപ്പൊ എന്നാണ്. ഹദീസ് തള്ളുന്നവര് പറയുന്ന സാധനല്ലേ? ഹദീസ് തള്ളുന്നവർ അതൊക്കെ ഞാൻ ആണ്. പറയല്ലേ, തള്ളുന്നവരൊന്നല്ല. ഹദീസിനെ തള്ളുന്നവര്, ഹദീസിനെ ഹദീസിനെ നിരാകരിക്കാനാ പൂർണ്ണമായിട്ട് പറയുന്നവരും പറയുന്നു. തള്ളണമെന്നൊന്നുമില്ല അത്. അങ്ങനെ അത് അഹ്ലുസുന്നത്തി വൽ യാഥാർത്ഥ്യാണ്. ജമാഅത്തിന് അങ്ങനെ ഒരു വാദമില്ല. നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിലെ പ്രബല മുആവിയയുടെ വിഭാഗമായിട്ടുള്ള കാലത്ത് തന്നെയാണ് ഹദീസ് അല്ല എഴുതപ്പെടുന്നത്. അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അത് മുആവിയ കൂലിക്കിരുത്തി എഴുതി കൂട്ടിയതാണ് എന്ന വാദമൊന്നും പിന്നെന്താ സംശയം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കൂലിക്ക് അങ്ങനെ ആളെ വാദമില്ലാന്ന്. വെച്ചിട്ട് ദിർഹംസ് ഇപ്പൊ ദിർഹംസ് ആയിഷന്റെ കൊടുത്തിട്ട് ആയിഷന്റെ പേരും ദിർഹംസ് വെച്ചിട്ട് വെച്ചിട്ട് ആയിഷ ദിർഹംസ് വെച്ചിട്ടന്നല്ലേ കൊടുത്തിരുന്നത്? ആയിഷന്റെ പേരിൽ കള്ള ഹദീസുകൾ അബൂഹുറൈറ എഴുതിയതാണ് നിങ്ങൾ പറയുന്നത്. അലിയിൽ നിന്നും ഞങ്ങൾ ഇബ്നു വ്യക്തിപരമായിട്ട് അബ്ബാസിൽ നിന്നും. ഏഹ് വ്യക്തിപരമായിട്ട് ആളുകളെ ആ എടുത്തിട്ട് അല്ല ക്രിറ്റിസൈസ് ഞാൻ പറഞ്ഞ ചെയ്യാനില്ല. പോയിന്റ് എന്താ വെച്ചാൽ കാരണം ഏഹ്, ഇതിന് ഇവര് പറയുന്ന ഒരു ന്യായം. കാലഘട്ടം അമവി ഞാൻ പറയട്ടെ, കാലഘട്ടം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഞാൻ ചർച്ച പറഞ്ഞുതരാം. ചിലപ്പോ അതായത് ഈ ഒരുപക്ഷെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാര്യാക്കണ്ട. ഞാൻ പറയുന്നത് അബൂബക്കറും ഉമറും ഈ ഖുർആൻ ക്രോഡീകരണം നടത്തുമ്പോ അതിന് ഇവര് പറയുന്ന ന്യായം, അതായത് ഈ ഖുർആനിന്റെ വക്താക്കൾ പറയുന്ന ന്യായം, ഓരോ ഖുർആൻ വചനം അവതരിപ്പിക്കുന്ന സമയത്തും മുഹമ്മദ് നബിയുടെ എഴുത്തുകാർ ഇത് രേഖപ്പെടുത്തി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ രേഖപ്പെടുത്തി വെക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഹൃദിസ്ഥമാക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്നൊക്കെ. ചെയ്യുമ്പോൾ തന്നെയും മുഹമ്മദ് നബി ഇത് ഇത്രാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ വചനമായി രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് വാദം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അല്ലേ? പറയൂ. അതാണ് ഖുർആന്റെ ബേസ് അല്ലേ? ആ ആ അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി ഓരോ ഹദീസ്, ഓരോ ആയത്തിന്റെ സമയത്തും ഓരോ വഹീന സമയത്തും ഇത് എഴുതപ്പെടുന്ന ആളുകളോട് പറയുന്ന ഈ കാര്യം ഹദീസല്ലേ? അങ്ങനെയാണോ ഹദീസ് അല്ലേ? എന്ന് പറയുന്നത്? അല്ല ഹദീസ് ആവണ്ടേ? അതായത് ഇപ്പൊ ഞാനാണ് മുഹമ്മദ് നബിയുടെ എഴുത്തുകാരൻ എന്ന് വിചാരിക്കുക. നിങ്ങളാണ് മുഹമ്മദ് നബി വിചാരിക്കുക, സങ്കല്പിക്കാം. നിങ്ങൾക്ക് വഹി വരുന്നു, നിങ്ങളത് പറയുന്നു, എന്നോട് പറയുന്നു ഇത് ഇത്രാമത്തെ അധ്യായത്തില് ഇത്രാമത്തെ വചനമായിട്ട് ചേർക്കണം എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ഈ പറയുന്നത് ഒരു ഹദീസ് ആവണം എന്നാണോ ഞാൻ നിങ്ങൾ പറയട്ടെ. പറയുന്നത്? അപ്പൊ ഇത് അബൂബക്കറിനും ഉമറിനും കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇയാള് ഈ ഖുർആൻ എഴുതിയ കൂട്ടത്തിൽ തന്നെ ഇത് ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വചനം എന്ന് എഴുതണം. വേണ്ടേ? നിങ്ങൾ പറഞ്ഞു വരുന്ന ഓരോ ആയത്തിനും വേണം. അതുപോലെ സനത് വേണം വേണം. എന്നാണോ? വേണം. അപ്പോഴേ അതിന്റെ ആധികാരികത നിങ്ങൾ പറയുന്ന ആധികാരികതയെങ്കിലും ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം മുഹമ്മദ് നബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ബഖറ 2-ാം സ്ഥാനത്തും അതില് പിന്നെ ദാലിക്കൽ കിതാബ് 2-ാമത്തെ ആയത്തുമായിട്ട് വരുന്നത്. അത് മുഹമ്മദ് നബി പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞത് പറഞ്ഞാൽ അതല്ല. ഞാൻ മുഹമ്മദ് നബി പറഞ്ഞത് അതല്ല. പറഞ്ഞു എന്ന് ഹദീസ് വരുന്ന കാലഘട്ടം ഞാൻ പറഞ്ഞത് അതല്ല. ഉം, ഹദീസ് വരുന്ന കാലഘട്ടത്തില് ഉം. ഹദീസ് ഈ പലപ്പോഴും കണ്ടവര് പോലും അല്ല നേരെ മറിച്ച് ക്രോഡീകരിച്ചത്. അതുകൊണ്ട് നേരെ മറിച്ച് ഉം, നേരെ മറിച്ച് ഉം. ഈ ഖുർആൻ ക്രോഡീകരണ കാലം എന്ന് പറയുന്നത് പ്രവാചക കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഇല്ല. അവരെ പ്രവാചക സംബന്ധിച്ച് കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. പ്രവാചകൻ ആണ്. വെരിഫൈ അപ്പൊ ചെയ്തിട്ടില്ലെന്ന്. സി പ്രവാചകൻ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ട്. കാരണം കൂടെ നടന്നിരുന്ന ഡെഫിനിറ്റ് ആളുകളാണ്. ആയിട്ടുണ്ട്. ഡെഫിനിറ്റ് ആയിട്ടുണ്ട്. കൂടെ നടന്നിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങള് എഴുതി നിങ്ങള് വെച്ചിട്ടുള്ളതാണ്. നിങ്ങള് ആ ബുഹാരിയിലെ ഹദീസ് നിങ്ങൾ കണ്ടതല്ലേ? ആ ആ ഞാനങ്ങനെ ആ ഈ അബു അറബി അബു പുസ്തകങ്ങൾ എന്തായിരുന്നു അങ്ങനെ അയാളുടെ പേര്? റെഫർ അബൂബൈദെ. ആരുടെ ഈ പേര്? ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി അബൂബക്കർ ആളെ വെച്ച് വരുത്തുന്ന ഒരാളുണ്ട്. സെയ്ദ് ഇബ്നു സാബിത്ത് ആ എന്നാണ് സെയ്ദ് ബിൻ തോന്നുന്നു. സാബിത്താണോ? അയാള് വന്നിട്ട് ഉമർ പോയിട്ട് അബൂബക്കറിനോട് ആദ്യം ഇത് പറയുന്നത്. ഉമർ പോയിട്ട് അബൂബക്കറിനോട് പറഞ്ഞപ്പോ അബൂബക്കർ അതൊക്കെ പറഞ്ഞ ഉണ്ട്. കാര്യം ആ ചരിത്രമൊക്കെ അബൂബക്കർ പറഞ്ഞ എനിക്കറിയാം. എന്താ? അള്ളാന്റെ റസൂൽ അതൊക്കെയാണ്. പറയാത്തൊരു കാര്യമാണ് ഉമർ എന്നോട് ശരിയാണ്. നിർബന്ധം. പ്രവാചകൻ അത് ക്രോഡീകരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അതിലൊക്കെ അപ്പൊ പിന്നെ ഖുർആൻ എന്ത് തർക്കങ്ങളൊക്കെ ഉണ്ട്. സനത്? ഖുർആന് നബി പറയാത്ത ഒരു കാര്യം അബൂബക്കറും ഉമറും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഖുർആൻ. അതിനൊരു കാരണമില്ലേ? സി അതിന്റെ കാരണം ഉമറിന് അള്ളാന്റെ നിങ്ങൾ വാക്കിൽ പറയുന്ന വിശ്വാസമില്ലാത്തതാണ്. ഞാൻ രിദ്ദാബാദ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ യമാമ യുദ്ധം ഒരു മിനിറ്റ്. അതിന്റെ അല്ലേ? കാരണം ഉമറിന് അള്ളാന്റെ വാക്ക് വിശ്വാസമില്ലാത്തതാണ്. അല്ല, അങ്ങനല്ല. ആ പിന്നെ കാലഘട്ടത്തില് ഉം. ഇത്
ക്രോഡീകരിക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തില് ഇത് എഴുതി വെച്ചിട്ടില്ല എന്നൊന്നല്ല. ഇത് ഹൃദിസ്ഥമാക്കിയിരുന്നു എന്നുള്ളതാണ് ആയിക്കോട്ടെ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ക്രോഡീകരണത്തിന്റെ രീതിയിൽ തന്നെയാണ് ഹൃദിസ്ഥമാക്കിയിട്ടുള്ളത്. ആയിക്കോട്ടെ. ബൈ അതിന് ഹാർട്ട് ചെയ്തിട്ടുള്ള ആ രീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് ആയിക്കോട്ടെ, മനസ്സിലാവുന്നത്. ആയിക്കോട്ടെ. അതൊന്നും നടക്കണ പിന്നെ കാര്യല്ല. അതിനെന്തിനാണ് സനത്? 6600-ത്തിലധികം ആയത്തുകള് ആ, ആകെ ഉള്ളത് ഇത്രയാണ് എന്നും, ഉം. ഇത് ഇന്ന ആയത്തുകൾ ഇന്ന രീതിയിൽ എന്ന് എല്ലാവരും ഇത് ഈ ക്രമത്തിൽ ഹൃദിസ്ഥമാക്കി എന്നും പറയുന്നെങ്കിൽ അത് കുറച്ച് എല്ലാവരും ബുദ്ധിമുട്ടാണ്. എന്ന് ഞാൻ ആ പറയുന്നില്ല. അപ്പൊ പലരും പല ഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കി, പലരും ആയിരിക്കാം. പല ഭാഗങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടു. ഇത് ക്രോഡീകരിച്ചു. ഇങ്ങനെയല്ല ഖുർആൻ ഉണ്ടാക്കുന്നത്. അതെ. ആ ഇത് എങ്ങനെയാണ് ഇത് ഇതിന്റെ ഫൈനൽ രൂപമാണെന്നും എക്സാക്ട് രൂപമാണെന്നും അബൂബക്കറും ഉമറും തീരുമാനിച്ചത്? ഇതാണ് ചോദിച്ചത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ ഇന്നെടുത്തിട്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഉത്തരം പറയാൻ ഉത്തരം പറയാൻ കഴിയില്ല. പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അത്ര പോലും പ്രാമാണികത, അങ്ങനെ ആധികാരികത കഴിയില്ലല്ലോ. ഖുർആനിലില്ല. അത് അത്രയാണ്. അതാണ് ഞാൻ റിയാലിറ്റി പറഞ്ഞത്. ഹദീസിന്റെ ട്ര ബലം പോലും ഖുർആനിനില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഏത് അങ്ങനെ ഒരു ഹദീസിന് നിങ്ങൾ ഗ്രന്ഥ പറയുന്ന പരിമിതികളെല്ലാം ഖുർആനും ബാധകമാണ്. ഇതില് നമ്മളീ പറയുന്ന ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണം അല്ല, ഉം. അതിന്റെ ആശയങ്ങളെ കുറിച്ചിട്ട് മാത്രാണ് ഈ സമൂഹം ചിന്തിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അതാ അല്ലാതെ അതിന്റെ നമ്മളതാ ചെയ്യുന്നേ. ക്രോഡീകരണം അത് ഇപ്പൊ നിങ്ങൾ പോയിന്റിലേക്ക് വന്നു. അതുകൊണ്ട് ഒരു ഒരു ആശയം നമ്മൾ പറയുമ്പോ, ഒരു ഗ്രന്ഥത്തിലുള്ള ആശയം നമ്മൾ പറയുമ്പോ, ഇപ്പോൾ എടുത്തോണ്ട് വന്നിട്ട് ഇത് സനദില്ല, ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ വിഴുങ്ങണമെന്ന് നിർബന്ധമല്ല. കിതാബിൽ അങ്ങനെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ശുക്ർ അരിക്കോടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ എന്താ? പറഞ്ഞ കേസ് അതല്ല. ആ ഞാൻ ആ സനദിന്റെ കേസ് പറഞ്ഞത് ആ. നിങ്ങളുടെ പല തർക്കങ്ങളും നിങ്ങളുടെ അല്ലെങ്കിൽ അത് മറ്റവർക്ക് മനസ്സിലാവില്ല. ഈ ആളുകള് അതായത് ഈ സുന്നി മുജാഹിദ് സംവാദം കേട്ടാൽ തന്നെ പലപ്പോഴും മനസ്സിലാവുന്നത് ഈ വക തർക്കങ്ങളാണ്. അതായത് ഈ സനത് അതുമാതിരി ഇതൊരു അതിന് ഒന്നാമതേ സാധാരണക്കാരനോ ഇത് സാധാരണക്കാരന് അല്ലെങ്കിലും ഇത് മനസ്സിലാവില്ല. ഈ ഈ ഞാനിപ്പോ മതം ഒരു മൊത്തത്തിൽ സാധാരണക്കാരനാണ്. മനസ്സിലാവില്ല. പിന്നെ എന്താന്ന് വെച്ചാല് അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകനിൽ വിശ്വസിക്കുക, കിതാബ് അള്ളാഹിൽ നിന്നാണെന്ന് വിശ്വസിക്കുക, നബി മാതൃകയാണെന്ന് വിശ്വസിക്കുക. ഞാൻ പിന്നെ ചോദിക്കുന്നത് ആ സംശയിക്കാതിരിക്കുക. വിശ്വാസം ഈ ഒരു മിനിറ്റ്. വിശ്വാസം അങ്ങനെ ഉണ്ടാക്കുന്ന വിശ്വസിക്കുകയും പിന്നെ അല്ല സംശയിക്കാതിരിക്കുകയും ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതാണ് വീണ്ടും റിപ്പീറ്റ്. വിശ്വാസം ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജിയും നിങ്ങൾ ഈ പറയുന്ന സംഗതി ഉണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജി അല്ലേ എന്നാണ് അല്ല, ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ല അല്ല. ഇല്ല എന്ന് പറയുന്നത് നോ എന്നുള്ള വേർഡാണ് നിങ്ങളുടെ അല്ല, അല്ലേ? നോ അല്ല, നോ ആണ്. അല്ല. ഇല്ല നിൽ ഇല്ലാത്തൊരു അല്ലെങ്കിൽ കാര്യം നോ. ഇല്ല എന്ന് തന്നെ പറയണം. ആ ഇല്ല ഇല്ലാത്തൊരു കാര്യം എന്ന് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇല്ലാത്തൊരു ഒരാൾ കാര്യം നമുക്ക് നുണയാണ് പറയുന്നത്. ഇല്ല എന്നുള്ളതോ ഉണ്ട് ഉം. എന്നുള്ളതോ പ്രൂവ് ചെയ്തിട്ടില്ല. ഉം. ഒരു വിഭാഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത്രേ പ്രത്യാശ നമ്മൾ പറയണുള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യാശ. പ്രൂഫ് ഇല്ല. അതേ പറയണുള്ളൂ. ഏഹ് പ്രൂവ് ഇതിൽ ചെയ്യാത്തൊരു അതാണ് കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്. തെളിവില്ലാത്തൊരു ഇതിന് കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ അതിന് തെളിവില്ല എന്ന് നമ്മൾ ഇത് പറയും. പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പ്രൂവ് സത്യങ്ങളില്ലേ? ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഇത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം, ഇത് വിശ്വസിക്കാത്തവർ സത്യനിഷേധികളാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നേ പറയാൻ പാടുള്ളൂ. അല്ല നിങ്ങൾക്ക് കിട്ടിയോ? അത് കാര്യം മനസ്സിലായോ? വേറൊരു വിഷയാണ്. അത് അതല്ല വേറൊരു വിഷയം. തലമാണ്. അതാണ് വിഷയം. ഏഹ് അതാണ് വിഷയം. അതായത് ഈ നിങ്ങൾ എന്റെ സംസാരം കേൾക്കുമ്പോ ഞാൻ മറ്റു എനിക്കറിയില്ല. മതസ്ഥർ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് വാദിക്കുന്ന ഒരാളൊന്നല്ല. അങ്ങനെ അങ്ങനെ കാരണം ഖുറാനും അതവരുടെ വാദമുണ്ട്. വിശ്വാസം. അല്ല, അങ്ങനെ ഖുറാനും അത് വാദമുണ്ട്. അതവരുടെ വിശ്വാസം. അല്ല, അത് ഖുർആനും ഏഹ് വാദമുണ്ട്. അത് അവര് വിശ്വസിക്കുന്ന സത്യമാണെന്ന് അവര് അങ്ങനെയല്ലെന്ന് വാദിക്കും. ഞാൻ പറയുന്നത്. ഖുർആൻ അത് മനസ്സിലാക്കുന്നില്ലെന്നും, ഖുർആൻ അങ്ങനെ വിശ്വസിക്കുന്നവരെ അക്രമികളിൽ വെച്ച് ഏറ്റവും അതാണ് വലിയ ഞാൻ അക്രമിയായിട്ടാ പറഞ്ഞത്. പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഉം. ഖുർആൻ ആ രീതിയിൽ വായിക്കുക. ഖുർആൻ ഏത് രീതിയിൽ വായിച്ചു? പിന്നെ ഇപ്പൊ ആശയ വായനയാണ് ഖുർആന്റെ പുതിയത്. അങ്ങനത്തെ കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. മുഫസ്സിറുകളായിട്ടുള്ള ആൾക്കാരൊക്കെ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ അവരുടെ അങ്ങനെ ഉദ്യമത്തെ, അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും. മുഫസ്സിറായിട്ട് എന്നുള്ള വാദമൊന്നല്ല ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ഒരു പറഞ്ഞത് ഇപ്പൊ മനുഷ്യ നിങ്ങൾ പറയുന്ന. ജീവിതത്തില് ഒരു മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ അതാണ് നമ്മൾ ഏത് സംസാരിക്കുന്നത്. മതമായാലും ഉം. ഏത് മതങ്ങളായാലും ഉം. അവര് പറയുന്ന നല്ല ആശയങ്ങള് ഉം. അല്ലെങ്കിൽ അവര് നമ്മളെ ഉപദ്രവിക്കാത്തോടത്തോളം കാലം അവര് നമ്മൾ ഉപദ്രവിക്കുന്ന എന്തല്ല കാലത്തോളം നമുക്ക് അതിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എതിർക്കാം. ഉറപ്പല്ലേ? അതന്നെ നമ്മൾ ചെയ്യുന്നത്. ഞാൻ മുർത്തദ്ദാണ്. മുർത്തദിന് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ ഉപദ്രവിക്കുക അത് പേഴ്സണൽ അത് പുസ്തകത്തിൽ മതി. നിങ്ങൾ ആൾക്കാർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പേഴ്സണൽ അല്ലേ പേഴ്സണൽ ഇത് അല്ല. പലപ്പോഴും പേഴ്സണൽ അല്ലല്ലോ. സാമൂഹികാണെന്ന് തോന്നുന്നുണ്ടോ? സാമൂഹികമാണ് തീർച്ചയായിട്ടും. സാമൂഹികമല്ല, ദൈവികമാണ്.
നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട്. നിങ്ങൾ ഈ പറയുന്ന നിയമമൊക്കെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇതാണ്. നിയമങ്ങൾ ആ വരികയാണെങ്കിൽ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ്സ് നിയമങ്ങളല്ലേ ഇസ്ലാം. അത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ മാത്രം നിലനിൽക്കുന്ന ഇസ്ലാമിക് സംഗതി. സ്റ്റേറ്റിൽ ഒരു നിയമം അത് ഉണ്ടാവണമെങ്കിൽ അത് ഇസ്ലാമിൽ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അപ്പൊ ഇസ്ലാമിക് മുർത്തദിനെ സ്റ്റേറ്റിന്റെ കൊല്ലണം എന്ന് നിയമങ്ങളാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടം തീരുമാനിക്കണമെങ്കിൽ അത് ഖുറാനും ഹദീസൊന്നും തെളിവിട്ടുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ഇങ്ങനെ ആ പ്രാക്ടിക്കൽ സംഭവിക്കണ്ടോന്നൊന്നും അല്ല, അങ്ങനെ എനിക്കറിയില്ല. ചെയ്യാൻ പാടില്ല. അങ്ങനെ എപ്പോഴും നിയമമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരാള് ഇത്തരം അമാനുഷികം എന്ന് പറയുന്നത് ഇത്തരം മാനവിക വിരുദ്ധമായ ഒരു ആശയം പേറുന്ന ഒരു ഗ്രന്ഥത്തെ നമ്മള് നിഷിദ്ധമായി വിമർശിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പിന്നാലെ വരുന്ന മുർത്തദുകൾക്ക് വേണ്ടി ഞാൻ അത് ഞാൻ ചെയ്യണം. നിങ്ങളുടെ വിമർശിക്കുന്നതിന് എതിർക്കാൻ വന്ന ആളൊന്നല്ല കേട്ടാ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അല്ല, അല്ല വിമർശനങ്ങൾ അങ്ങനെ ഉണ്ടാവും പറയാം. പ്രബോധനമുള്ള കാലത്തോളം, അങ്ങനെ പ്രചാരണമുള്ള അങ്ങനെ കാലത്തോളം വിമർശനങ്ങൾ മറ്റു ഉണ്ടാവും. ഞാൻ രണ്ടിനെയും ആ രീതിയിൽ ഇപ്പൊ ഈ നിങ്ങൾ ഈ പറയുന്ന ഈ എം അക്ബർ പറഞ്ഞ പോലുള്ള ഉം. ഈ പറയുന്ന ആളുകള് മറ്റു സമൂഹത്തെ വിളിച്ചിരുത്തിയിട്ട് അവരെ എനിക്ക് മനസ്സിലായി. സ്റ്റേജിലിരുത്തിയിട്ട് ഈ നിങ്ങളെ പോയിന്റ്, സംഗതിനെയും നിങ്ങളെ വ്യൂ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇവിടെ സിനിമ നിർമ്മാണം നടക്കുന്ന അത്രയും കാലം, സിനിമ പബ്ലിഷ് ചെയ്യുന്ന അത്രയും കാലം സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റിവ്യൂ എനിവേ ഇല്ലാതാവണമെങ്കിൽ, നമ്മളിനി വല്ലാണ്ട് റിവ്യൂ റിവ്യൂ സംസാരിച്ചിട്ട് നിൽക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ഇതിന്റെ പ്രചാരണം നിൽക്കണം. അപ്പൊ നിൽക്കും. അപ്പൊ എന്തായാലും ശരി. ഞാൻ ഇന്ന് ശരി ലൈവ് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തത്. നമുക്ക് ആയിക്കോട്ടെ പിന്നെ ആയിക്കോട്ടെ ചെയ്യാം. സോറി സോറി ശരി, നോ ഇഷ്യൂ. ഓക്കെ.